ഹായ് ഓൾ, നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് ഹെഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് സാലറീസ്. സോ സാലറി ഹെഡിൽ നമ്മൾ രണ്ട് സെഷനായിട്ടാണ് കവർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിൽ സാലറീസ്, ഫസ്റ്റ് സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് സാലറി എന്താണെന്നുള്ളത്, ദെൻ സെക്ഷൻ 15 ചാർജബിലിറ്റി, then section 16 salary deduction ആണ് section 16, then section 17 subsection 1 salary definition, then section 17 subsection 3 profit in lieu of salary, then നമ്മൾ എക്സാംപ്റ്റഡ് ഇൻകത്തിൽ പറഞ്ഞിട്ടാണ് കുറേ 10 സബ്സെക്ഷൻ കുറേ സെക്ഷൻസ് സാലറി ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഗ്രാറ്റുവിറ്റി, സെക്ഷൻ 10 subsection 10A പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയാം, നമ്മൾ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്ഷൻ 10 subsection 10AA ലീവ് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ലീവ് സാലറി, സെക്ഷൻ 10 subsection 5 റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, സെക്ഷൻ 10 subsection 10C, സെക്ഷൻ 10 subsection 10C VRS receipt from voluntary retirement receipt അല്ലെങ്കിൽ VRS എടുക്കുന്നവർ കിട്ടുന്ന റെസീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് 10 സബ്സെക്ഷൻ. നമുക്ക് എത്ര എക്സംഷൻ ഉണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10 subsection 10C, then സെക്ഷൻ 10 subsection 12, സെക്ഷൻ 10 subsection 13, then section 10 subsection 13A very important HRA house rent allowance, section 10 subsection 13A, section 10 subsection 14K. 10 subsection 11 കൂടെ നമ്മൾ സൂപ്പറാനുവേഷൻ ഫണ്ടിന് അതുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 subsection 11, സെക്ഷൻ 10 subsection 11. സോ പിന്നീട് വരുന്നത് പെർക്വിസിറ്റ്സ്. നമ്മുടെ സെക്കൻഡ് ഒരു സെഷനിലായിരിക്കും, സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് പ്രോബ്ലംസ് നമ്മൾ ഇവിടെ തന്നെ സോൾവ് ചെയ്യും. ദെൻ സെക്കൻഡ് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, section 17 subsection 2 perquisites, then section 10 subsection 5, section 10 subsection 5 leave travel concession, then section 10 subsection 7 or discuss him, section 10 subsection 10 CC. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെഷനിലായിരിക്കും. സോ ഫസ്റ്റ് സെഷൻ നമ്മൾ സാലറി എന്താണ്, ദെൻ സാലറി ചാർജബിലിറ്റി, then deduction, then 17(1), 17 subsection 3, 10 subsection A, 10 subsection section 10 subsection 10A, then 10 subsection 10AA, 10 subsection 5 നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. 10 subsection ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 10 subsection 10B ആണ്, 10 subsection 10B. Section 10 subsection 10B. So now we brief introduction start here. Just one introduction. An amount received by an individual shall be treated as salary only if the relation between the payer and payee is that of employer and employee or master or son. That means മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഒരു എമൗണ്ട് കൊടുത്തു. സോ ഇത് സാലറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇത് സാലറി ഉണ്ടെങ്കിൽ മിസ്റ്റർ എ ആരായിരിക്കണം, എംപ്ലോയർ ആയിരിക്കണം. മിസ്റ്റർ ബി ആരായിരിക്കണം, ഈ പറഞ്ഞ എംപ്ലോയറുടെ എംപ്ലോയി. ദാറ്റ് മീൻസ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന പേയ്മെന്റ്സിനാണ് എന്ത് പറയുന്നത്, സാലറി. സോ ജസ്റ്റ് നോക്കാം, അൻ ഏജന്റ് ഈസ് നോട്ട് ആൻ എംപ്ലോയി. ഏജന്റിനെ എപ്പോഴും എന്തായിട്ട് കൂട്ടാൻ പറ്റില്ല, ഒരു എംപ്ലോയിയുടെ ഡയറക്ടർ. സോ കമ്പനീസിനൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഡയറക്ടർ ആക്ച്വലി എന്തെല്ലാം എംപ്ലോയി ഓഫ് ദ കമ്പനി അല്ല, ബട്ട് മാനേജിംഗ് ഡയറക്ടർ ഇൻ സം കേസസ്. സോ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്ന ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ നമുക്ക് എന്ത് പറയാം. സോ മാനേജിംഗ് ഡയറക്ടർക്ക് ആ ഒരു സാലറിയുടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് വരാം, അത് ഒരു എംപ്ലോയി ആയിട്ട് വരാം. പ്രൊഫഷണൽസ് പ്രൊവൈഡിങ് സർവീസസ് ആർ നോട്ട് എംപ്ലോയീസ്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം അതെന്താണുള്ളത്. ഇപ്പം മിസ്റ്റർ എ ഒരു
ഫേം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി. എൻറ്റിറ്റിക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെന്ത് കിട്ടും? പേയ്മെന്റ് കിട്ടും. ദാറ്റ് മീൻസ് ഒരു പ്രൊഫഷണൽ ആണ് മിസ്റ്ററെ, ഈ പറയുന്ന എൻറ്റിറ്റിക്ക് എന്താണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു, പേയ്മെന്റ് കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഇതൊരിക്കലും എന്തല്ല, സാലറി ആകില്ല. ആക്ച്വലി ഇവിടെ പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ബട്ട് എന്തില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പില്ല. ഐ എം എ പ്രൊഫഷണൽ, ഐ ആം ഗിവിംഗ് എ സർവീസ്. സോ അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടുന്നു? റെമ്യൂണറേഷൻ കിട്ടുന്നു. അതൊരിക്കലും എന്തിലോട്ട് വരില്ല? സാലറിയിലോട്ട് വരില്ല. സാലറി ആകില്ല. ആ പറയുന്ന ആൾ ആരും ആകില്ല, എംപ്ലോയർ. സോ മിസ്റ്റർ ബി, ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ അവിടെ സാലറീഡ് എംപ്ലോയി ആണ്, സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്തു ആ ഒരു എൻറ്റിറ്റിക്ക്. ആ കേസിൽ എന്താവും? പേയ്മെന്റ് മിസ്റ്റർ ബി എന്തായി? എംപ്ലോയി ആണ്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ സാലറീഡ് എംപ്ലോയി, ആ കിട്ടുന്ന പേയ്മെന്റ് എന്താവും? സാലറിയിൽ വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് മെയിൻ ഇത് എന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റ്സ് ആണ് എന്തിനകത്ത് കവർ ചെയ്യുന്നത്? സാലറിയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: സറണ്ടർ ഓഫ് സാലറി ആൻഡ് ഫോർഗോയിങ് ഓഫ് സാലറി. ശ്രദ്ധിക്കാം. Any salary surrendered by employee to the central government salary under the voluntary surrender of salary. So central government voluntary surrender of salary scheme salary surrender ചെയ്താൽ will not include. That means ഒന്ന് ശ്രദ്ധിക്കാം. സോ എൻ്റെ മന്ത്ലി 10,000 ആണ് എൻ്റെ സാലറി. നമ്മുടെ 1st April to 31st March ആയിരിക്കും നമുക്ക് അല്ലേ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ 12 months സാലറി. സോ ഇവിടെ ഫെബ്രുവരിയിലും മാർച്ചിലെയും ഞാൻ എന്ത് ചെയ്തു? വോളണ്ടറിലി സറണ്ടർ അണ്ടർ ദ വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റിന് സറണ്ടർ. ഓക്കെ, സറണ്ടർ ബൈ ദ എംപ്ലോയി ടു സെൻട്രൽ ഗവൺമെന്റ് സാലറി സറണ്ടർ ചെയ്തു. സോ ദാറ്റ് മീൻസ് ഐ എം ഗെറ്റിംഗ് 10 months 10 into 10,000 ഒരു 1 lakh. സോ 1 lakh ആയിരിക്കും എൻ്റെ എന്ത്? ടാക്സബിൾ സാലറി അല്ലെങ്കിൽ എൻ്റെ ഗ്രോസ് സാലറി. വേറെ ഒരു സെനാരിയോ ശ്രദ്ധിക്കാം. ഫോർഗോയിങ് ഓഫ് സാലറി. Once the salary is earned by the employee, it becomes taxable even if the employee subsequently waives the right to receive it. The waiver of such salary shall be treated as application of income. So foregoing of salary is an application of income, it will be taxed. Okay, so if the same scenario എടുക്കാം, monthly salary of 10,000, then so ഇവിടെ ഇതേപോലെ തന്നെ ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഓക്കെ, സോ ഞാൻ എൻ്റെ എംപ്ലോയറോട് പറയുവാണ് 10 മാസം സാലറി ഫെബ്രുവരിയിലെ മാർച്ചിലെ എല്ലാ വർഷവും ഫെബ്രുവരിയിലെയും മാർച്ചിലെയും സാലറി വേറൊരു മിസ്റ്റർ വൈ ഇയാളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സോ എംപ്ലോയറോട് ഞാൻ പറയാണ്, എംപ്ലോയർ എന്ത് ചെയ്യുന്നു? എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഒരു അതർ പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ എന്താണ് ആക്ച്വലി? ഞാനവിടെ സർവീസ് റെൻഡർ, ദാറ്റ് മീൻസ് സാലറി കിട്ടാനുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പിൽ സർവീസ് റെൻഡർ ചെയ്തു. ആക്ച്വലി എനിക്ക് ഡ്യൂ ആയി. സോ എനിക്ക് സാലറി കിട്ടിയിട്ട് ഞാൻ വേറെ ആൾ കൊടുക്കുന്നവരും എന്താണ്? എംപ്ലോയറെ ചുമതലപ്പെടുത്തുകയാണ് അയാൾ കൊടുക്കുക. ദാറ്റ് മീൻസ് ഇതെന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. എനിക്ക് കിട്ടിയിട്ട് ഞാൻ വേറെ ആൾ കൊടുക്കുന്നതിന് പകരം എംപ്ലോയറോട് ഡയറക്റ്റ് ചെയ്തു എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടേണ്ട, ആ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് സാലറി. അതെന്താണ്? എൻറ്റയർ 12 months വിൽ ബി ടാക്സ്ഡ്. സോ 12 into 10,000 ഇവിടെ എന്ത് വരും? 1,20,000 ആയിരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന സാലറി. സോ ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. സാലറി ഏതാണ് സാലറിയിൽ വരുന്നത്? എക്സ് വൈക്ക് ഒരു പേയ്മെന്റ് കൊടുത്താൽ എക്സും വൈ നമ്മൾ റിലേഷൻ എംപ്ലോയർ ആണ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തിൽ വരും? ആ ഇത് സാലറിയിലായിരിക്കും നമ്മൾ ടാക്സ് ചെയ്യുന്നത്. സറണ്ടർ ഓഫ് സാലറി സെൻട്രൽ ഗവൺമെന്റ് സറണ്ടർ ചെയ്തു. വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി സ്കീമിലാണ് സാലറി സറണ്ടർ ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് ഗ്രോസ് സാലറി. ഇറ്റ് ഈസ് നോട്ട് എ ടാക്സബിൾ സാലറി. ഫോർഗോയിങ് ഓഫ് സാലറി മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. സോ എനിക്ക് സാലറി കിട്ടി, ഞാൻ അത് അപ്ലൈ ചെയ്തു, അതിന് എന്താണ് വേറൊരു രീതിയിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. ബട്ട് എനിക്ക് ഡ്യൂ ആയി, ഞാനത് കൊടുക്കുന്നതിന് പകരം എംപ്ലോയറെ കൊണ്ട് ഡയറക്റ്റ് കൊടുക്കും. അതാണ് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ദാറ്റ് വിൽ ബി ടാക്സ്ഡ്. Then section 15 chargeability section. Income is taxable under the head salary if there is employee relationship. Already നമ്മൾ ബേസിക്സിൽ പറഞ്ഞു കഴിഞ്ഞു. Salary is taxed on the basis of due or received, whichever is earlier. Salary is taxed on the basis of due or received, whichever is earlier.
ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്തോരും എന്നായിരിക്കും? 1st April 2019 to 31st March 20. 31st March 2020. എംപ്ലോയർ നോർമലി അവർ സാലറി കൊടുക്കുന്നത് നെക്സ്റ്റ് മന്ത് 5th of next month. 5th of next month. Okay. So that means നമ്മുടെ മാർച്ചിലെ സാലറി കിട്ടുന്ന എന്നായിരിക്കും? 5th ഏപ്രിലിനായിരിക്കും മാർച്ചിലെ സാലറി കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ്? 5th April മീൻസ് എന്താണ്? അടുത്ത അസസ്മെന്റ് ഇയറിലോട്ട് പോകുന്നു. സോ അടുത്ത ഇയറിലായിരിക്കും സാലറി ടാക്സ് ചെയ്യുന്നത്. സോ 31st March വരെ ഞാൻ അവിടെ സാലറിയുടെ എംപ്ലോയി ആണ്. ഞാൻ എന്റെ സർവീസ് റെൻഡർ ചെയ്താൽ 31st March എന്ത് സംഭവിക്കും? എന്റെ സാലറി ഡ്യൂ ആവും. സോ 31st March ഓർ ആക്ച്വൽ റിസീവ് എന്താണ്? 5th April. ഏതായിരിക്കും? എന്നായിരിക്കും സാലറി ടാക്സബിൾ ആവുന്നത്? ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ച് ഈസ് ഏർലിയർ. ദാറ്റ് മീൻസ് 31st March ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നു. ദെൻ വേറൊരു സെനാരിയോ, മാർച്ചിലെ സാലറി ഞാൻ ഫെബ്രുവരി 28 തന്നെ വാങ്ങി. ഓക്കെ, സോ ഞാൻ വർഷമായിട്ടുള്ളതാണ് എംപ്ലോയ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് വാങ്ങിച്ചു, അഡ്വാൻസ് സാലറി. സോ ഇവിടെ നോക്കിയാൽ എന്തായിരിക്കും? ഡ്യൂ ആകേണ്ട എന്നാണ് മാർച്ചിലെ സാലറി? 31st March. ബട്ട് ആക്ച്വലി എനിക്ക് എന്ന് കിട്ടി? 28th ഫെബ്രുവരിയിൽ തന്നെ കിട്ടിയോണ്ടായി. ഇത് വെച്ചിട്ട് എന്നായിരിക്കും? ഡ്യൂ ഓർ റിസീവ്ഡ്. ഇവിടെ വിച്ച് എവർ ഈസ് എന്താണ്? റിസീവ് ചെയ്ത ഡേറ്റ് ആണ്. ദാറ്റ് മീൻസ് February 28th. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റം നോക്കി അറിയാം. ഇവിടെ അഡ്വാൻസ് സാലറി കൊടുത്തു മീൻസ് എന്തായിരിക്കണം? എംപ്ലോയറുടെ ബാങ്കിലോ അല്ലെങ്കിൽ ക്യാഷിലോ, നോർമലി ബാങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കണം. സോ അത് വെച്ച് എന്തായിരിക്കും? അന്ന് തന്നെ എൻട്രി ഇടും. എന്താണ്? അവർക്ക് സാലറി കൊടുത്തു എന്നുള്ള സാലറി അക്കൗണ്ട് ഇട്ട് ടു ബാങ്ക് എന്നുള്ള ഒരു എൻട്രി അവിടെ വരും. ദാറ്റ് മീൻസ് ആ ഒരു ഡ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു. ദാറ്റ് മീൻസ് എൻട്രി വൈസും എന്ത് തന്നെ ശരിയാകണം? ഈ പറഞ്ഞ സെക്ഷൻ 15 പ്രകാരം ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ഇവിടെ എന്തായിരിക്കും? എന്നാണോ ഡ്യൂ ആകുന്നത് അല്ലെങ്കിൽ എന്നാണോ റിസീവ് ചെയ്യുന്നത് അതിൽ ഏതാണോ ഏർലിയർ ഡേറ്റ്, ആ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 15 പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. നെക്സ്റ്റ് ഒരു സാലറി കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് എടുത്തിരിക്കുകയാണ്. സോ എന്തൊക്കെ വരും എന്നുള്ളതാണ്. ബേസിക് സാലറി, then dearness allowance, the forming part of retirement benefit, DA forming part of salary ആകാം, DA in terms of employment ആകാം, DA not in terms of employment, commission, okay, flat commission ആകാം, commission as a percentage term, ഇതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. then bonus നമ്മൾ ഡിസ്കസ് ചെയ്ത അഡ്വാൻസ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി സെക്ഷൻ 8 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. then gratuity, very important. സെക്ഷൻ 10 subsection 10 ആണ് gratuity. പെൻഷൻ സെക്ഷൻ 10 subsection 10A നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 10 subsection 10B, then leave salary. സെക്ഷൻ 10 subsection 10AA, okay, taxable allowances. so എല്ലാം പറയുന്ന സെക്ഷൻ 10 subsection 14 വരുന്നുണ്ട്. സെക്ഷൻ HRAയുടെ സെക്ഷൻ 10 subsection 13A വരുന്നുണ്ട്. പ്രൊവിഡന്റ് ഫണ്ടില് 10 subsection 11 അല്ലെങ്കിൽ 12, 13. സൂപ്പറാനുവേഷൻ ഫണ്ടില് സെക്ഷൻ 10 subsection 11 വരുന്നുണ്ട്. BRSല് സെക്ഷൻ 10 subsection 10C. then perquisites നമ്മൾ സെക്കൻഡ് സെക്ഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 17 subsection 2, അത് ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറി എന്താണ്? സെക്ഷൻ 16 പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ് നെറ്റ് സാലറി ഓർ ടാക്സബിൾ സാലറി. നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി എന്നാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. ഇതിൽ ഓരോന്നും ചിലപ്പോൾ ഗ്രാറ്റുവിറ്റി ആയിരിക്കും മേജറായിട്ട് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പെൻഷൻ ആയിരിക്കാം. ഓരോന്നും വർക്ക് നോട്ടായിട്ട് കണ്ടുപിടിച്ച് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന ഗ്രോസ് സാലറി ആണെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, deduction from salary. deduction from salary. So again, deduction from salary, so very important. ഒരു അമെൻമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 16 ആണ് പറയുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി. അതിനകത്ത് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ 16 മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. സെക്ഷൻ 16 ക്ലോസ് 1A, then സെക്ഷൻ 16 ക്ലോസ് 2, then സെക്ഷൻ 16 clause 3.
സോ ക്ലോസ് 1A പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇത് ലാസ്റ്റ് ഇയറിൽ വരെ 40,000 ആയിരുന്നു. ഈ ഇയറിൽ മുതൽ നമ്മുടെ അസസ്മെന്റ് ഇയർ മുതൽ 50,000. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അമെൻമെന്റ് സാലറിയിലെ ഫസ്റ്റ് അമെൻമെന്റ് ആണ് 50,000 അപ് ടു 50,000, മാക്സിമം അപ് ടു 50,000. ഓക്കെ, അപ് ടു റുപ്പീസ് 50,000. ഇവിടെ ഈ അപ് ടു എന്നുള്ള വേർഡിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഓക്കെ, സോ ദാറ്റ് മീൻസ് amount of salary or rupees 50,000 whichever is less. So that means നമ്മളിപ്പോൾ നമുക്കറിയാം നേരത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഗ്രോസ് സാലറി എന്നാണ് എന്ത് ചെയ്യുന്ന ഡിഡക്ഷൻ വരുന്നത്. സോ ഈ ഗ്രോസ് സാലറി ഗ്രോസ് സാലറി ഇസ് ഓൺലി 40,000. സോ ഉടനെ നമുക്ക് 50,000 ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ 10,000 റീഫണ്ട് എന്നുള്ളതല്ല. സോ 40,000 ഗ്രോസ് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 40,000 വരെ. സോ നമുക്ക് ഗ്രോസ് സാലറി 60,000 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? അപ് ടു 50,000. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് മാക്സിമം അപ് ടു 50,000 ആണ് എന്ത് പറഞ്ഞത്? സെക്ഷൻ 16 ക്ലോസ് 1A. Then clause 2, 16 clause 2, very important. Entertainment allowance. Okay, allowable as deduction for government employees, for fully taxable for other employees. So government employees മാത്രമാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന പർട്ടിക്കുലർ ഡിഡക്ഷൻ കിട്ടുന്നത്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്? സെക്ഷൻ 16 ക്ലോസ് 2 പ്രകാരമുള്ള എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ ഇല്ല. ഇതെന്താവും? ടാക്സബിലിറ്റി അട്രാക്റ്റീവ്. ദെൻ എത്ര എമൗണ്ട് ആണ് ഡിഡക്ഷൻ കിട്ടുന്നത്? Least of the following is allowed as so 1/5 into basic into 1/5, then 5,000 actual entertainment allowance received. Okay, actual entertainment allowance. So actually എനിക്ക് എത്ര entertainment allowance കിട്ടി? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. ഡിഡക്ഷൻ കിട്ടുന്നത് കണ്ടുപിടിക്കാൻ മൂന്നെണ്ണം ലീസ്റ്റ് ആണ് കിട്ടുന്നത്. ഒന്നെങ്കിൽ 1/5 into ബേസിക്, അല്ലെങ്കിൽ 5,000, then actual entertainment allowance, whichever is less. A list of the following. Then next one, clause 16 clause 3. 16 clause 3 നോക്കുക. എന്താണ് 16 clause? പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. പ്രൊഫഷണൽ ടാക്സ് ഓർ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. Any sum paid by assessee, that means employee, on account of tax on employment is allowable as deduction. So employee employment tax അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിഡക്ഷൻ. If professional tax is paid by employer, employeeക്ക് വേണ്ടി എംപ്ലോയർ ആയിരുന്നു പ്രൊഫഷണൽ ടാക്സ് അടച്ചിരിക്കുന്നെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്, then the amount paid shall be included in gross salary as perquisite, and then deduction can be claimed. So that means ആദ്യം എന്ത് ചെയ്യണം? പെർക്വിസിറ്റ് ആയിട്ട് ഗ്രോസ് സാലറിയിൽ കാണിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കോൺട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവരും ചോദിക്കും ഇതിനകത്ത് അവിടെ ആഡ് ചെയ്യുന്ന ഇവിടെ കുറയ്ക്കും. ദാറ്റ് മീൻസ് ഫൈനൽ ആൻസർ നള്ളിഫൈ പോലെ ആണ്. ബട്ട് പ്രസന്റേഷൻ ഗ്രോസ് സാലറി അല്ല, നെറ്റ് സാലറി. സോ രണ്ടും ചോദിക്കാം എക്സാമിന്. ഗ്രോസ് സാലറി എത്രയാണ്, നെറ്റ് സാലറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ആൻസർ അല്ല വരുന്നത്. സോ ഗ്രോസ് സാലറിയിലെ എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്ത് പേ ചെയ്യുന്നു? പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആഡ് ചെയ്തിട്ട് എവിടെ ഒന്ന് കുറയ്ക്കണം? ഡിഡക്ഷൻ. അതായത് ഗ്രോസ് സാലറി കണ്ടുപിടിച്ചിട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16, അതിനകത്ത് 16 ക്ലോസ് 3 വന്നിട്ട് പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കുറയ്ക്കണം. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫോർമാറ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോസ് സാലറി, നെറ്റ് സാലറി ചോദിക്കാറുണ്ട്. ശരിക്കും ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നതാണ്, ഒരുപാട് തെറ്റിക്കുന്നതാണ്. ആക്ച്വലി ഫിഗർ വൈസ് നള്ളിഫൈ ചെയ്ത് പോകും. അവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ കുറയ്ക്കുന്നു. ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും, ബട്ട് പ്രസന്റേഷൻ അതിന് മാർക്ക് കുറയും. അങ്ങനെ ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയും രണ്ടാണ്. ബിക്കോസ് ഗ്രോസ് സാലറിയിൽ നിന്ന് ചാപ്റ്റർ 16 ഡിഡക്ഷൻ ആണ് കുറയ്ക്കുന്നത്. അല്ലാണ്ട് ചാപ്റ്റർ 16 ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് നള്ളിഫൈ ചെയ്തിട്ട് ഫിഗർ എഴുതുക അല്ല നമുക്ക് വേണ്ടത്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ സാലറി ഡെഫിനിഷൻ ആണ് 17 സബ്സെക്ഷൻ. ഓക്കെ, നമുക്ക് കിട്ടുന്നത് അവിടെ എനിക്ക് വേജ് ആണ് കിട്ടുന്നെങ്കിൽ അത് സാലറി ആണ്. ആനുവിറ്റി പെൻഷൻ ഇൻക്ലൂഡഡ് ആണ്. ഗ്രാറ്റുവിറ്റി ഇൻക്ലൂഡഡ് ആണ്. എനി ഫീ ഓർ കമ്മീഷൻ പെർക്വിസിറ്റ് പ്രോഫിറ്റ് ഇൻ യുവർ സാലറി. അഡ്വാൻസ് സാലറി, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് സാലറി. വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് സെക്ഷൻ 15 പറഞ്ഞു ഡ്യൂ ഓർ റെസീവ് വിച്ചെവർ ഈസ് സാലറി. അഡ്വാൻസ് സാലറി ഈസ് ടാക്സബിൾ ആസ് സാലറി. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എന്താണ്? ഈ അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി.
സോ ഞാനവിടെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയറിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. സോ എനിക്ക് വളരെ ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേക്കും എംപ്ലോയർ എന്ന് പറഞ്ഞു ഒരു 5 lakh rupees എനിക്ക് എംപ്ലോയർ തരികയാണ്. എന്താണ് ഞങ്ങളുടെ കണ്ടീഷൻ? എല്ലാ മാസവും 5000 രൂപ വെച്ച് എൻ്റെ ഡിഡക്ട് ചെയ്തോ. സോ ദാറ്റ് മീൻസ് ഈ 5 lakh ആണ് എന്ത്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഒരിക്കലും അത് എന്തല്ല, സാലറി അല്ല. ഇതെന്താണ്? ഒരു ലോണാണ്. ആൾക്ക് എന്താണ് ഉറപ്പ്? എന്താണ്? ഞാൻ അവിടുത്തെ എംപ്ലോയി ആണ്, എൻ്റെ കയ്യിൽ നിന്ന് മാസം 5000 രൂപ വെച്ച് പിടിക്കാം. സോ ദാറ്റ് മീൻസ് എംപ്ലോയർ ഒരു ലോൺ കൊടുക്കുന്ന എഫക്റ്റേ വരത്തുള്ളൂ. എന്ത്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ല, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി, 12% ഓഫ് എംപ്ലോയി സാലറി. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF ഇൻ എക്സസ് ഓഫ് 9.5% per annum. നമ്മുടെ വലിയ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒരു 2 മെയിൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ശ്രദ്ധിച്ചോളാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുത്ത് പറയും. Then transferred balance from URPF to RPF being employer contribution and interest on employer contribution. URPF ൽ നിന്ന് unrecognized provident fund ൽ നിന്ന് recognized provident fund ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, എനി പേയ്മെന്റ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് സാലറി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ലീവ് സാലറി the contribution made by central government or any other employer in the previous year, the amount of employee under pension scheme referred in section 80cc ഒക്കെ നമ്മൾ ചാപ്റ്റർ 68 സെക്ഷനിൽ പഠിക്കുന്നതാണ്. ഓക്കെ, സോ വേജ്, ആനുവിറ്റി, ഗ്രാറ്റുവിറ്റി അങ്ങനെ എല്ലാം ചേർന്നിട്ടാണ് അതിന്റെ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ് സാലറി ഇൻക്ലൂഡ്സ് എന്നാണ് പറയുന്നത്. വേജസ് includes the following. Salary includes the following. Section 17 subsection 1 salary definition. Okay, then next one, profit in lieu of salary 17 subsection 3. 17 subsection 3. So yeah, any amount of compensation due or received by an assessee from his employer or former employer at or in connection with the termination of his employment or modification of terms and conditions of employment. ഒന്നിൽ ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്താ പറയാം? പ്രോഫിറ്റ് ഇൻ ലിeu സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu 17(1) പ്രകാരം എന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu സാലറി includes in salary. Okay, salary includes profit in lieu salary also. Okay, any payment due to or received by an assessee from his employer or former employer from a provident fund or other fund other than. Okay, so already നമ്മൾ എന്താണ് 17(1) പ്രകാരം ഗ്രാറ്റുവിറ്റി പറഞ്ഞു കഴിഞ്ഞു. 10 subsection 10 പെൻഷൻ, 10 subsection 10A റിട്ടൻഷൻ കോമ്പൻസേഷൻ, 10 subsection 10B provident fund, പിന്നെ RPF വരുന്ന 10 subsection 12, URPF വരുന്ന 10 subsection 13 കാര്യങ്ങളെല്ലാം വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്രൂവ്ഡ് സൂപ്പറാനുഷൻ 10 subsection 11, HRA 10 subsection 13A. Okay, to the extent it which does not constitute employees contribution or interest on such contribution. Okay, ഇതിനകത്തെല്ലാം എന്താണ്? ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ അതിന്റെ ഇൻട്രസ്റ്റോ ആയിരിക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വരത്തില്ല. സോ ഓൾറെഡി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മീൻസ് എന്താണ്? എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് കിട്ടുന്നതിന് കട്ട് ചെയ്യുന്നതാണ്. അത് വീണ്ടും പിടിച്ച് ടാക്സ് ചെയ്യുക. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ടാക്സ് ചെയ്യണമെങ്കിൽ എന്താണ്? ഡബിൾ ടാക്സേഷൻ വരും. അതുകൊണ്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ എന്തായിട്ട് മാറുകയാണ്? ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അത് പ്രോഫിറ്റ് ഇൻ ലിeu ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എനി പേയ്മെന്റ് ഓഫ് URPF for such other fund to the extent which does not consist of contribution of assessee on which contribution assessee or interest on such contribution. Okay, so നേരത്തെ അവിടെ സാലറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. URPF നിന്ന് RPF-ലേക്കുള്ള ട്രാൻസ്ഫർ വരുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് വരും സാലറിയിൽ വരും. ഓക്കെ, സോ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. മേജർ ഏരിയയിലേക്ക് കിടക്കുന്ന ഫസ്റ്റ് ഗ്രാറ്റുവിറ്റി 10 subsection 10. So gratuity received, gratuity ശ്രദ്ധിക്കുക, section 10 subsection 10 എന്ത് ചെയ്തു? ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് രണ്ട് രീതിയിലാകാം. ഞാൻ എംപ്ലോയ്മെന്റിലുള്ളപ്പോൾ, ദാറ്റ് മീൻസ് ഞാൻ സർവീസിലുള്ളപ്പോൾ കിട്ടിയാൽ എന്താണ്? ഫുള്ളി ടാക്സബിൾ. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്തു? ഈ കിട്ടുന്ന സർവീസിന്റെ ടൈമിൽ ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി ടാക്സബിൾ. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, സോ റിട്ടയർമെന്റിനാണ് എനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നെങ്കിൽ എന്തായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്.
ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണോ അതേഴ്സ് ആണ്? ഗവൺമെന്റ് അതേഴ്സ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. സോ അതേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണോ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി ആക്ട് അല്ല, എംപ്ലോയറുടെ വേറെ ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി ആക്ട് അല്ലാത്ത വേറെ ഏതെങ്കിലും ആക്ട് പ്രകാരം. സോ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972, not covered under gratuity act 1972. So 1972 gratuity act cover ചെയ്യണമെങ്കിൽ least of the following is exempted. exemption കിട്ടുന്നു. fully exemption. ഇവിടെ ഗവൺമെന്റ് എംപ്ലോയാണ് fully exemption കിട്ടത്തില്ല. ഈ പറയുന്നതിലെ ലീസ്റ്റ് എത്രയാണോ അത്ര എക്സംഷൻ കിട്ടും. അത് കുറച്ചുള്ള മിച്ചമുള്ള എന്ത് ചെയ്യണം? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ലീസ്റ്റ് ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടുള്ള 20 lakhs. സോ 2000 കഴിഞ്ഞ മുമ്പത്തെ വർഷം അമെൻമെന്റ് വന്നതാണ്. ലാസ്റ്റ് ഇയറിൽ അമെൻമെന്റ് അല്ല, ബട്ട് അമെൻഡഡ് ആണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ദെൻ ഇനിയാണ് ഒരു കമ്പ്യൂട്ടേഷൻ വരുന്നത്. 15/26 into ലാസ്റ്റ് ഡ്രോൺ സാലറി into completed years of service, part in excess of 6 months. Completed years of service, part in excess of 6 months. Okay, the 15/26 into last drawn salary into completed years of service, part in excess. That means ഞാൻ അവിടെ 29 years and 7 months വർക്ക് ചെയ്യാൻ ഈ പർട്ടിക്കുലർ കമ്പ്യൂട്ടേഷൻ എത്രയായിട്ട് എടുക്കും? 30 years. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി മീൻസ് ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ. ബേസിക് ശ്രദ്ധിച്ചോണം, ബേസിക് പ്ലസ് ഡി എ. ഓരോ സാലറി കമ്പ്യൂട്ടേഷനകത്തും ഇത് ഓരോ എക്സംഷൻ കമ്പ്യൂട്ടേഷനകത്തും സാലറി ഫോർ ദാറ്റ് സെക്ഷൻ ഓൺലി, അല്ലാണ്ട് വേറെ ഒന്നും എടുക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമാറ്റ് പ്രകാരം എല്ലാം ആഡ് ചെയ്യും. ഓരോ പർട്ടിക്കുലർ സെക്ഷനിലെ എക്സംഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ആ എക്സംഷൻ കണ്ടുപിടിക്കാനായിട്ട് 15/26 into ലാസ്റ്റ് ഓൺ സാലറി. സോ ഇവിടെ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് എന്താണ്? ബേസിക് ഡി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ലാസ്റ്റ് ഓൺ സാലറി. അതാണ് 15/26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇഫ് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പുറകിൽ വരുന്നില്ലെങ്കിൽ രണ്ടെണ്ണം സെയിം ആണ്. എന്താണ് നോക്കുക? 20 lakh actual gratuity receipt. Then computation ആണ് 1/2 into average salary of last 10 months. Every completed years. That means fraction ignored. ഇവിടെ 29 years and 7 months ആണെങ്കിൽ 30 എടുക്കണം. ഇവിടെ 29 years and 11 months വന്നാൽ പോലും എന്ത് എടുക്കില്ല? ഫ്രാക്ഷൻ എടുക്കില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കും. ഇവിടെ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months immediately preceding the month of retirement. റിട്ടയർമെന്റ് ആകുന്ന മന്തിന് മുമ്പുള്ള മന്ത് വരെയാണ് എടുക്കുന്നത്. ഇവിടെ സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment. DA in terms of employment plus commission as a percentage of turnover achieved. Sometimes commission direct flat commission തരും. അത് എന്തിലെടുക്കില്ല? അത് taxable salary അല്ല എന്ന് പറഞ്ഞിട്ടില്ല. Salary includes commission also. But 10 subsection 10ലെ exemption compute ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ എന്തേ എടുക്കത്തുള്ളൂ? കമ്മീഷൻ ആസ് എ ടേൺ ഓവറിന്റെ പെർസെന്റേജ് ആയിട്ട് കിട്ടുന്ന കമ്മീഷൻ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ് 10 subsection നമുക്ക് എങ്ങനെ സം അപ്പ് ചെയ്യാം? ഡ്യൂറിംഗ് എംപ്ലോയ്മെന്റ്, ദാറ്റ് മീൻസ് എംപ്ലോയ്മെന്റ് ടൈമിൽ കിട്ടുന്ന സാലറി എന്താണ്? ഗ്രാറ്റുവിറ്റി എന്താണ്? ഫുള്ളി ടാക്സബിൾ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്. അതർ ദാൻ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഇത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പെർവ്യൂവിൽ വരുന്നതാണെങ്കിൽ ലീസ്റ്റ് 20 lakh actual gratuity, 15/26 into last drawn salary into completed years of service, part in excess of 6 months. Okay, so അവിടെ last drawn salary എങ്ങനെയാണ് എടുക്കുന്നത്? ബേസിക് പ്ലസ് ജസ്റ്റ് DA. Okay, that means DA ഏത് DA ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുൾ DA എടുക്കും. Then not covered under gratuity act 1972. List of the following accepted. 1/2 into average salary of last 10 months into completed years of. അവിടെ എന്താണ്? ഫ്രാക്ഷൻ എടുക്കില്ല. എത്രയാണോ കംപ്ലീറ്റഡ് ഇയേഴ്സ് അത്ര എടുക്കുള്ളൂ. ദെൻ 20 lakhs ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എക്സ് റിട്ടയർഡ് ഓൺ 15/6/2019 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എന്നാണ് 15/6/2019 ആഫ്റ്റർ കംപ്ലീറ്റിംഗ്
26 years and 8 months. Okay. And received gratuity of 6 lakh. Gratuity at the time of retirement. That means taxable ആണ്. ആർക്ക് non-government employees government employees എന്താണ് at the time of non-government, so government employees എന്ത് മാത്രമേ വരത്തുള്ളൂ, gratuity received during service is taxable. Okay. നമുക്ക് നോക്കാം. Then basic salary തന്നിരിക്കുന്നു, ഡിയർനെസ് അലവൻസ് തന്നിരിക്കുന്നു, കമ്മീഷൻ തന്നിരിക്കുന്നു, ബോണസ് തന്നിരിക്കുന്നു, കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഞാനൊരു ഫോമാറ്റ് എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുക. സോ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹെഡിൽ കൊടുക്കുക. ദെൻ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഒരു ഇന്നർ കോളം എമൗണ്ട്, ഔട്ടർ കോളം എമൗണ്ട്, എല്ലാം ആൻസർ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം. കാണിച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ദെൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിംഗ് നോട്ട്സ്. ഓക്കെ, സോ അടുത്ത പേജിലായിട്ട് വർക്കിംഗ് നോട്ട്സ്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താണ്, പ്രൈവറ്റ് എംപ്ലോയി, ദാറ്റ് മീൻസ് നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇങ്ങനെയാണെങ്കിൽ സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഓക്കെ, സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, എത്രയാണ് ഗ്രാറ്റുവിറ്റി കിട്ടിയിരിക്കുന്നത്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്രയാണ്, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ് is 6 lakhs. 6 lakhs. Then എന്താണ്, less exemption under section 10 subsection 10. എന്താണ്, least of the following. So first എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്, സ്റ്റാറ്റ്യൂട്ട് നമുക്ക് എന്ത് എഴുതാം, ആക്ച്വൽ 6 lakhs. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakhs. ദെൻ ഇനിയാണ് എന്ത് വരുന്നത്, കമ്പ്യൂട്ടേഷൻ. തേർഡ് സെനാരിയോ എന്താണ്, 15/26 into last drawn salary into completed years of service part in excess of 6 months. ഇവിടെ completed years of service എത്രയാണ്, so 26 years and 8 months. That means എന്താണ്, fraction in excess of 6 months എന്തായിട്ട് എടുക്കും, 26 എന്തായിട്ട് റൗണ്ട് ഓഫ് ചെയ്യും, 27 ആയിട്ട്. ഓക്കെ, സോ നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് നോട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡ്രോൺ സാലറി, വർക്ക് നോട്ടില് ലാസ്റ്റ് ഡ്രോൺ സാലറി 15/26. Okay, sorry, last one salary കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ബേസിക് പ്ലസ് DA. ബേസിക് പ്ലസ് ജസ്റ്റ് DA. സോ ഇവിടെ ബേസിക് എത്രയാണ്, 5,000. ബേസിക് 5,000 per month. Okay, ബേസിക് എത്രയാണ്, 5,000 പ്ലസ് ഡിയർനെസ് അലവൻസ് എത്രയാണ്, 3,000. ഇപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, മന്തിലെ ഒരു മാസം എത്ര കിട്ടും, 8,000. സോ 8,000 ആണ് എന്ത് വരുന്നത്, ബേസിക് പ്ലസ് DA. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബേസിക് പ്ലസ് 5,000 plus 3,000, basic plus DA 38,000. So 15/26 into last drawn salary into completed years of service part in excess of 6 months. So no, 15/26 into 8,000 into 27. 15 divided by 26 into 8,000 into 27. So no, figure throw calculate ചെയ്ത് നോക്കുക, 1,24,615. So least ഏതാണ് വന്നിരിക്കുന്നത് ഇതിൽ, least of the following is 1,24,615. Okay, so നമുക്ക് എന്ത് ചെയ്യാം, least of the following 6 ലക്ഷത്തിൽ നിന്ന് ഇത് കുറച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ആൻസർ 6 lakh minus 1,24,615 എത്ര കിട്ടും, 4,75,385 will be the answer. Okay.
So covered under Gratuity Act 1972. Okay, second scenario എന്താണ്? B. Second scenario എന്താണ്? Not covered under Gratuity Act 1972. അവിടെയും എന്ത് തന്നെ വരും? എത്രയാണ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിരിക്കുന്നത്? ആക്ച്വൽ ഔട്ടർ കോളത്തിൽ 6 lakh. Okay. Then less. Exemption under section 10 subsection 10. So അവിടെ എന്ത് വരും? സ്റ്റാറ്റ്യൂട്ടറി ആക്ച്വൽ എത്രയാണ്? ആക്ച്വലി കിട്ടിയിരിക്കുന്നത് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആക്ച്വൽ 6 lakhs. ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ആക്ച്വൽ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakhs വരെ ഉണ്ട്. ദെൻ കമ്പ്യൂട്ടേഷൻ. എന്താണ് കമ്പ്യൂട്ടേഷൻ? 1/2 into average salary of 10 months, okay, into completed years of service. Average salary into average salary. Figure ആയിടുന്നുള്ളൂ. Average salary into complete years of fraction ignore ചെയ്യുമ്പോഴത്തേക്കും എത്ര വർഷമുള്ളൂ? 26. Okay. 26. Fraction ignore ചെയ്യുമ്പോഴത്തേക്കും 26. Then ഇവിടെ നമ്മുടെ മെയിൻ വർക്കിംഗ് എന്താണ്? Average salary of last 10 months. Average salary of last 10 months. Okay. Average salary of last 10 months. So average salary എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 മാസത്തെ സാലറി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 അല്ലേ? സോ റിട്ടയർമെന്റിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10. ദെൻ നമുക്ക് ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ബേസിക് സാലറി 5,000, ഡിയർനെസ് അലവൻസ് 3,000. സോ ആവറേജ് സാലറി കണ്ടുപിടിക്കുന്ന ഇതെന്താണ്? ആവറേജ് സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment plus commission as a percentage of turnover achieved. Okay. Basic എത്രയാണ്? സോ ഞാൻ ആവറേജ് എടുക്കാൻ നോക്കുകയാണ്. ബേസിക് എത്രയാണ്? 5,000 ഇൻറ്റു 10 മാസത്തെ ഈ പറഞ്ഞ പ്രകാരം സാലറി ആഡ് ചെയ്തെടുക്കുകയാണ്. 5,000 ഇൻറ്റു 10. 5,000 into 10 plus entire 3,000 കവർ ചെയ്യുന്നുണ്ടോ? അതിൽ 60% ആണ് എന്ത് ചെയ്യുന്നത്? DA in terms of employment. So 3,000 into 60% into 10 plus 3,000 into 60% into 10 plus. Then ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് 12 മാസത്തെ ടേൺ ഓവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 12 lakhs. സോ ഡിവൈഡഡ് ബൈ 12 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 മാസത്തെ കിട്ടും. ദെൻ ഇൻറ്റു 10 എടുത്താലും 10 മാസത്തെ കിട്ടും. അതിന്റെ 1% കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 10 നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സാലറി. ആവറേജ് 10 month സാലറി. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നോക്കാം. 5,000 into 10 50,000 വരും. 3,000 into 60% into 10 18,000 വരും. സോ ഇത്രയൊക്കെയാണ് വരുന്നത് ഫിഗർ. 50,000 പ്ലസ് 18,000 പ്ലസ് 12 lakh divided by 12 into 10 into 1% എത്ര വരും? 10,000. 10,000 divided by പക്ക ആവറേജ് കണ്ടുപിടിച്ചു 10. സോ 50,000 പ്ലസ് 18,000 പ്ലസ് 10,000 എത്ര വരും? 78,000 divided by 10. That means എത്ര കിട്ടും? 7,800. 78,000 divided by 10 7,800. സോ ഇവിടെ കൊണ്ട് ഫില്ലപ്പ് ചെയ്യാം. 7,800. സോ മൾട്ടിപ്ലൈ എടുക്കുക. 7,800 into 26 divided by 2. 1 lakh 1,400. Figure note here. 1 lakh
1,400. ലീസ്റ്റ് ഏതാണ്? 1,01,000. കുറച്ച് 6 lakh എന്നത് കുറച്ച് എത്രയായിട്ട് നമുക്ക് 6 lakh 1,01,400 4,98,600 4,98,600. സോ മൂന്നാമത്തെ സെനാരിയോ എന്താണ്? ഗവൺമെന്റ് എംപ്ലോയി. സോ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അവിടെ നമ്മൾ എങ്ങനെയാ വരുന്നത് നോക്കാം. സി ഗവൺമെന്റ് എംപ്ലോയി എത്രയാണ്? ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഔട്ടർ കോളത്തിൽ 6 lakhs. Then less exemption under section 10 subsection 10 എത്ര വരും? entire 6 lakh. entire amount is allowed as deduction, fully exempted. So therefore എന്തായിരിക്കും? nil. ഒന്നും തന്നെ ടാക്സ് ചെയ്യാൻ ഉണ്ടാവില്ല. entire amount at the time of retirement for government employees fully exempted under section 10 subsection 10. So very important. The average computation ആണ് ഏറ്റവും ഇതായിട്ട് വരുന്നത്. ബിക്കോസ് ഡി എന്നുണ്ട്, പിന്നെ കമ്മീഷൻ 12 മാസം ആയിരിക്കും. നമുക്ക് എന്ത് മതി? 10 മാസത്തെ ടേൺ ഓവർ മതി. അതിന്റെ 1% എടുത്തിരിക്കുന്നു. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോർമലി ഗ്രാറ്റുവിറ്റി നമ്മുടെ ഒരു ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് കയറി വരുന്നതാണ് ഗ്രാറ്റുവിറ്റി. നെക്സ്റ്റ് വൺ പെൻഷൻ. ശ്രദ്ധിക്കുക, പെൻഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A നമ്മൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. 10 സബ്സെക്ഷൻ 10A കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. പക്ഷേ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ടാകാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ. Uncommuted pension and commuted pension. Uncommuted pension fully taxable. ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, എന്താണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ മൊത്തം ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ, ഫുള്ളി എന്തിലും വരും? സാലറിയിൽ വരും, ടാക്സബിൾ പെൻഷൻ ആയിട്ട് വരും. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ വീണ്ടും എന്താണ് നേരത്തെ പറഞ്ഞത്? രണ്ട് രീതിയിൽ തിരിക്കും. ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്, എന്താണ് ഒന്നും ടാക്സ് അടയ്ക്കണ്ട. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അയാൾക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഉണ്ടോ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് വരും. ആ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്, ബട്ട് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിലല്ല. ഇവിടെ ഒരിക്കലും 10 സബ്സെക്ഷൻ 10A ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ, ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം അല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എക്സംഷൻ ഈസ് 1/3 into amount of pension. Amount of pension is fully commuted. Amount of pension is fully commuted. Very important working. Then gratuity receive ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് എക്സംഷൻ കിട്ടുന്നത്? 1/2 into amount of pension is fully commuted. So that means ഇവിടെ നമ്മൾ രണ്ട് കാര്യം, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ. എന്താണ് ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് പീരിയോഡിക്കലി. ദാറ്റ് മീൻസ് ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കേട്ടില്ല, മാസാമാസം പെൻഷൻ വാങ്ങിക്കാൻ പോവാം. സോ ദാറ്റ് മീൻസ് അതെന്താണ് കിട്ടുന്നത്? പീരിയോഡിക്കലി ഓരോ മാസവും കിട്ടുന്ന പെൻഷനെ നമുക്ക് എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ ബട്ട് കമ്മ്യൂട്ടഡ് പെൻഷൻ മീൻസ് ലംസം എമൗണ്ട് ടേക്കൺ ബൈ കമ്മ്യൂട്ടിംഗ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ പെൻഷൻ. സോ ഞാൻ റിട്ടയർ ആയി, മാസാമാസം എനിക്ക് 5000 രൂപ കിട്ടുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ 60% അല്ലെങ്കിൽ എത്രയെങ്കിലും ഞാൻ കമ്മ്യൂട്ട് ചെയ്ത് ലംസം എമൗണ്ട് വാങ്ങിക്കണമെങ്കിൽ ആ ഫിഗറിന് നമുക്ക് എന്ത് പറയാം? കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, സോ അൺകമ്മ്യൂട്ടഡ് ആണോ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും എന്താണ്? ഫുള്ളി ടാക്സബിൾ. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസിന് ടാക്സ് അടയ്ക്കുകയേ വേണ്ട, ഫുള്ളി എക്സംപ്റ്റഡ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് 100% കമ്മ്യൂട്ടഡ് ആയിരുന്നെങ്കിൽ 1/3. ദെൻ ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എങ്കിൽ 1/2 allowed as deductions. Okay, so very important. ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. Second question. Mr. A retired on 1/10/2019, receiving rupees 5,000 per month as pension. On 1/2/2020, he commuted 60% of his pension and received rupees 3 lakh as commuted pension.
യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ടാക്സബിൾ പെൻഷൻ. ഓക്കെ, ഞങ്ങൾക്ക് ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലുള്ള കേസ്, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വർക്കിംഗ് നോട്ടില് അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, സോ വർക്കിംഗ് നോട്ടില് വെരി ഇമ്പോർട്ടൻറ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. വർക്കിംഗ് നോട്ട്സ്. ഓക്കെ, സോ പെൻഷൻ കിട്ടുന്നുണ്ട്. അതെന്താ, രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണുള്ളത്, കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു അൺകമ്മ്യൂട്ടഡ്. സോ ദാറ്റ് മീൻസ് ഞാൻ എന്നാണ് 1/10 റിട്ടയർഡ് ആയി. 1/10 ഞാൻ റിട്ടയർഡ് ആയി. ദാറ്റ് മീൻസ് പിന്നെ എനിക്ക് 1/10 നവംബർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഒക്ടോബറിൽ ഞാൻ എന്ത് ചെയ്തു? ഒക്ടോബർ 2009 റിട്ടയർഡ്. ദാറ്റ് മീൻസ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. സോ ഫസ്റ്റ് ഇതുകൊണ്ട് ഒക്ടോബറിൽ എന്താണ് പെൻഷൻ കിട്ടും. ദാറ്റ് മീൻസ് ഒക്ടോബറിൽ എന്നായിരിക്കും, നവംബറിലായിരിക്കും പെൻഷൻ കിട്ടുന്നത്. നവംബർ, ജാനുവരി, മൊത്തം 1, 2, 3, 4, 5, 6 മന്ത്സ് കിട്ടും. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാം. 1/2 ദാറ്റ് മീൻസ് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മുതൽ ഞാൻ എന്ത് ചെയ്തു? കമ്മ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് മീൻസ് ജാനുവരി വരെ എനിക്ക് എത്ര കിട്ടും? ഈ 4 മാസം 5000 രൂപ വെച്ച് കിട്ടും അല്ലേ? 5000 രൂപ വെച്ച് കിട്ടും. 4 മാസം 5000 വെച്ച് എന്താണ്? അൺകമ്മ്യൂട്ടഡ്. സോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 60% കമ്മ്യൂട്ട് ചെയ്തു. 60% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയത്? 3 ലക്ഷം. 60% കമ്മ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും 3 ലക്ഷം. 60%. ഓക്കെ, സോ ദാറ്റ് മീൻസ് മിച്ചമുള്ള 40% എന്താണ്? അൺകമ്മ്യൂട്ടഡ് ആയിട്ട് തന്നെ തുടരും. ദാറ്റ് മീൻസ് 5000 വെച്ച് കിട്ടേണ്ടായിരുന്നു 60%. ഞാൻ മിച്ചം 40% എത്രയുണ്ട്? 2000. സോ പിന്നെ അങ്ങോട്ട് എന്താണ്? എനിക്ക് മാസം 5000 വെച്ചിട്ടായിരിക്കും എല്ലാ കിട്ടുന്നത്, പെൻഷൻ കിട്ടുന്നത് 2000 വെച്ചിട്ട്. എത്ര മാസം കിട്ടും? നമ്മുടെ പ്രീവിയസ് ഇയറിലെ 2 മാസം അല്ലേ? സോ 2 × 2000 ഒരു 4000. എത്രയാണ്? 4 × 5000 20,000. So that means total എത്ര വന്നു? 20 + 4 24,000 ആണ് എന്റെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 lakh. ഇനി ഇതിനെ വെച്ചിട്ടാണ് ഗവൺമെന്റ് എംപ്ലോയീസിന്, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്ത് വരും? ടാക്സബിലിറ്റി അല്ലെ, ടാക്സബിൾ പെൻഷൻ എത്രയാണ്? ആദ്യം എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഇസ് ടാക്സബിൾ ഫോർ ഓൾ. അൺകമ്മ്യൂട്ടഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 5000 വെച്ച് 4 മാസം, 2000 വെച്ച് 2 മാസം, അങ്ങനെ എത്ര വന്നു? 24,000. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ ഗവൺമെന്റ് എംപ്ലോയീസിന് എത്രയാണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയുണ്ട്? 3 lakh. സോ ഗവൺമെന്റ് എംപ്ലോയീസിന് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണ്? ലെസ് exemption under section 10 subsection 10A fully exempted. That means entire 3 lakhs exempted. So എത്ര വരും? ടാക്സബിൾ ഗവൺമെന്റ് എംപ്ലോയീസിന് ഈ പറയുന്ന അൺകമ്മ്യൂട്ടഡ് മാത്രം ടാക്സബിലിറ്റി അട്രാക്ടിങ്. ഓക്കെ, സോ ദെൻ സെക്കൻഡ് സെനാരിയോ, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി റിസീവിംഗ് ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഗ്രാറ്റുവിറ്റി എമൗണ്ടിൽ ഒരു പ്രസക്തിയിൽ ഇവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി എമൗണ്ട് പ്രസക്തി വരുന്നത് എവിടെയാണ്? 10 subsection 10 ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഓൾറെഡി ലാസ്റ്റ് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ടാക്സബിൾ പെൻഷൻ. സോ സെക്കൻഡ് സെനാരിയോയില് ബിയിൽ എന്താണ്? പ്രൈവറ്റ് എംപ്ലോയി റിസീവിംഗ് ഗ്രാറ്റുവിറ്റി. അവരുടെ ടാക്സബിൾ പെൻഷൻ ആണ് കൊടുക്കുന്നത്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണ്? എല്ലാവർക്കും ടാക്സബിൾ ആണ്. അൺകമ്മ്യൂട്ടഡ് 24,000. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ 3 lakhs. ലെസ് എത്രയാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്? ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 subsection 10A എത്രയായിരുന്നു? ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ 1/3 ഇൻറ്റു, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, 1/3 ഇൻറ്റു പെൻഷൻ. ഈ ഫുള്ളി കമ്മ്യൂട്ടഡ് നോക്കാം. 60% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ എത്ര ഉണ്ട്? 3 lakh ഉണ്ട്.
So that means fully commuted means 100% commute ചെയ്യുന്നെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? 3 lakh divided by 60 into 100 കിട്ടും. 3 lakh divided by into 100 കിട്ടും 5 lakhs. 100% കമ്മ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? 5 lakh. അതിന്റെ 1/3 ആണ് എനിക്ക് എന്തായിട്ട് കിട്ടുന്നത്? എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. 5 lakh into 1/3. 5 lakh into 1/3 divided by 3. 1,66,667. Round ചെയ്താണ് 1,66,667. Okay. So ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,33,333. So taxable pension എത്ര വരും? 1,57,333. So next scenario എന്തായിരിക്കും? Private employee. Third scenario എന്താണ്? Private employee not in receipt of gratuity. Not in receipt of gratuity. Not in receipt of gratuity. So uncommuted pension taxable for all. Uncommuted pension for 24,000. Then commuted 3 lakhs. Then less exemption under section 10 subsection 10A. ഇവിടെ എത്രയാണ് വരുന്നത്? റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും. എന്ത്? എക്സംഷൻ 1/2 ഇൻറ്റു നമ്മൾ ഓൾറെഡി 100% കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 5 lakh. തോന്നുന്നത് 25,000 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 2 lakhs 5 lakh 2,50,000. 2,50,000 കേട്ടോ. അത് മിച്ചം കുറച്ച് കഴിയുമ്പോഴത്തേക്കും 50,000. സോ ടോട്ടൽ 74,000. 3 സെനാരിയോയിൽ നമ്മൾ കണ്ടുപിടിച്ചു. 3 സെനാരിയോയിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ, പ്രൈവറ്റ് എംപ്ലോയി നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ. ഓക്കെ, 3 സെനാരിയോ. ഓക്കെ, നെക്സ്റ്റ് ലീവ് സാലറി. നെക്സ്റ്റ് വൺ ലീവ് സാലറി. Very important. Section 10 subsection 10AA. Section 10 subsection 10AA. Leave salary during employment at the time of retirement. Okay, during employment at the time of retirement. And the scenario number during employment fully taxable. During employment fully taxable. During employment at the time of retirement. During employment is fully taxable. Then at the time of retirement രണ്ടായിട്ട് വേണ്ടി തിരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഓക്കെ, സോ ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്താണ്? എക്സംപ്റ്റഡ്, ഫുള്ളി എക്സംപ്റ്റഡ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി, non-government employees. Okay, so government of the type non-government employees, least of the following is exempted. Okay, statutory limit 3 lakh, actual leave salary 10 into average 10 month salary. So retire ആവുന്നതിന് മുമ്പുള്ള 10 months average നേരത്തെ കണ്ടുപിടിച്ചു. Then ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ലീവ് ക്രെഡിറ്റ് into average 10 months salary. Okay, ഇവിടെ salary means basic plus DA in terms of employment plus commission as a percentage of turnover achieved. Okay, normally ഒരാൾക്ക് എലിജിബിൾ ആകുന്നത് 30 days ആണ്. സോ അതിന്റെ ബേസിലാണ് നമ്മൾ എലിജിബിൾ ലീവ് ഒരു വർഷം കിട്ടുന്ന 30 days ആണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ലീവ് ക്രെഡിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ലീവ് ക്രെഡിറ്റിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീവ് ക്രെഡിറ്റിന്റെ ആ ഒരു കമ്പ്യൂട്ടേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഏറ്റവും, ഈ ഒരു സെക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലീവ് ക്രെഡിറ്റ്. സോ ശ്രദ്ധിക്കാം. Leave salary received during employment is fully taxable. At the time of retirement, government employees are fully exempted. For non-government employees, 4 കാര്യങ്ങളുണ്ട്. Actual, then statute limit of 3 lakhs, then 10 into average 10 month salary. Average 10 month salary into 10. Then leave credit into average 10 month salary. Average salary of 10 months. That means retirement തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറിയുടെ average. So very important.
സോ ഇതിനകത്ത് 4 കാര്യങ്ങൾ വരുന്നു. നേരത്തെ എല്ലാം നമ്മൾ 3 കാര്യങ്ങളായിരുന്നു. ഇവിടെ 3 lakh ആക്ച്വൽ 10 into average 10 months salary, leave credit. Okay, leave credit into average 10 months salary. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. X retires on 1/12/2019 after 20 years and 10 months of service. ഇവിടെ പാർട്ട് ഇൻ എക്സസ് ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് 20 years നമ്മൾ എന്തിനെടുത്തുള്ളൂ, എന്ത് പർപ്പസിന്, സാലറി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, 10 months of service, receiving salary of rupees 5 lakhs, other details, basic, receiving leave salary. Okay, so that means retirement ടൈമിലാണ് കിട്ടിയിരിക്കുന്നത് receiving leave salary of rupees 5 lakhs. റിട്ടയർമെന്റ് ടൈമിൽ കിട്ടിയിരിക്കുന്ന ലീവ് സാലറി ആണ്. സോ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കൂടി വരുന്നുണ്ട്. ബേസിക് സാലറി 5,000 per month. rupees 1,000 was increased with effect from 1/4/2019. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ മുതൽ എന്ത് കൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ മുതൽ 1000 രൂപ കൂടിയിട്ടാണ് 5000 എത്തി നിൽക്കുന്നത്. ഓക്കെ, ഡിയർനെസ് അലവൻസ് 3,000 per month, 60% of which is forming part of retirement. കമ്മീഷൻ തന്നിരിക്കുന്നു. ഇവിടെ തന്നെ എന്തല്ല, ആസ് എ പെർസെൻറ്റേജ് അല്ല, കമ്മീഷൻ 500 per month. ഓക്കെ, ശ്രദ്ധിച്ചോണം, 500 per month. ബോണസ്, സോ ഇത് സാലറിയിൽ വരത്തില്ല എന്നല്ല പറഞ്ഞത്, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി പേര് വരുന്ന മിസ്റ്റേക്കാണ്. ഇവിടെ നമുക്ക് എന്താണ്, ടാക്സബിൾ ലീവ് സാലറി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ സാലറി, ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഇതെല്ലാം എന്താണ്, ബേസിക് എടുക്കും, ഡിയർനെസ് എടുക്കും, കമ്മീഷൻ. സോ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 subsection 10AA നമ്മൾ എന്തെടുക്കില്ല, ഈ കമ്മീഷൻ എടുക്കില്ല. ബിക്കോസ് എന്താണ്, കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് അല്ല. ദെൻ ബോണസ് തന്നിരിക്കുന്നു. ബോണസ് നമുക്ക് സാലറിയിൽ വരും 17(1) പ്രകാരം, ബട്ട് എന്തിൽ വരുന്നില്ല, 10 subsection 10AA. So leave availed during service 480, entitled leave of 30 days. Okay. Leave every year. You are required to compute taxable leave salary. Okay. So first scenario എന്താണ്, is a government employee. എത്രയായിരുന്നു leave salary received at the time of retirement? Actual leave salary എത്രയാണ്? 5 lakhs അല്ലേ? 5 lakhs. Then less exemption under section 10 subsection 10AA എത്രയായിരിക്കും വരുന്നത്? ഫുള്ളി എക്സംപ്റ്റ് ആണ് അല്ലേ? എൻറ്റയർ 5 lakhs ഇവിടെ കാണിക്കാം. എൻറ്റയർ 5 lakhs എക്സംപ്റ്റഡ് ആണ്. സോ ടാക്സബിൾ വരും, taxable leave salary for government employees. Then other than government employees, first എന്താണ്, ആക്ച്വൽ തോന്നുന്നു, lakh. Actual 6 lakh. Then less exemption under section 10 subsection 10AA. എന്തൊക്കെ വരാം? Actual 5 lakhs അല്ലേ? 5 lakhs. Then statutory limit എത്രയായിരുന്നു? Statutory limit 3 lakhs. Then computation. എന്തൊക്കെയായിരുന്നു കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? 10 into average 10 month salary. So ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. Then leave credit into average 10 month salary. Okay, average 10 month salary. So very important computation. So ഇന്നത്തെ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് റിട്ടയർഡ്സ് ഓൺ 1/12. ദാറ്റ് മീൻസ് ഡിസംബറിൽ അല്ലേ, ഡിസംബർ 1 റിട്ടയർ ചെയ്തു. സോ ദാറ്റ് മീൻസ് നവംബർ, ഓഗസ്റ്റ്,
1 2 3 4 5 6 7 ഏപ്രിൽ പുറകിലേക്ക് എടുക്കുകയാണെങ്കിൽ 8-ാം മാസം, 9-ാം മാസം, മാർച്ച്, ഫെബ്രുവരി. സോ ദാറ്റ് മീൻസ് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, അയ്യോ ഇത് 31 മാർച്ച് കഴിഞ്ഞ് ഇവിടെ മുതലാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ അത് മുമ്പിൽ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അതിനു മുമ്പ്. സോ നമ്മുടെ പ്രൊഫഷനിൽ അതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രീവിയസ് ഇയറിലെ 10 മാസം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. റിട്ടയർ ആകുന്ന എന്നാണോ അതിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ എന്താണ് വേണ്ടത്? ആവറേജ്. സോ ഏപ്രിൽ 1 മുതൽ എനിക്ക് എത്ര കിട്ടി തുടങ്ങി? 5000 കിട്ടി. അതെങ്ങനെയാണ്? 1000 കൂടിയാണ്. ദാറ്റ് മീൻസ് ഈ 8 മാസം എനിക്ക് എത്രയാണ്? 5000 വെച്ചാണ് കിട്ടി. 8 into 5000. ഈ 2 മാസവും 2 into 4000. സോ എൻ്റെ ബേസിക് എത്രയാണ്? 8 into 5000, 2 into 4000, അങ്ങനെ 48,000 വരും എൻ്റെ ബേസിക്. 48,000 ബേസിക് എത്ര വന്നു? 10 മാസത്തെ ബേസിക് 48,000. ശ്രദ്ധിക്കണം. ദെൻ ആവറേജ് സാലറി കണ്ടുപിടിക്കാനുള്ള ബേസിക് പ്ലസ് ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഡി എയിലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, ഡി എ ഇൻ ടേംസ് വരും 3,000 into 60% into 10. 3,000 per month, 60% into 10. So എത്ര വരുന്നുണ്ട്? 3,000 into 60% into 10 വരും 18,000. 18,000 DA in terms of employment. കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ്. ഇവിടെ എന്താണ്? കമ്മീഷൻ മന്ത്ലി കൊടുക്കുവാണ്, പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അല്ല. അതുകൊണ്ട് എന്തിലും വരുന്നില്ല? ആവറേജ് സാലറിയുടെ കമ്പ്യൂട്ടേഷൻ. ദാറ്റ് മീൻസ് 10 സബ്സെക്ഷൻ 10A എക്സംഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരില്ല? ആ പറയുന്ന കമ്മീഷൻ മന്ത്ലി കിട്ടുന്ന കമ്മീഷൻ വരില്ല. ഓക്കെ, therefore സോ നമുക്ക് സാലറി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ടോട്ടൽ സാലറി എത്രയുണ്ട്? 48,000 പ്ലസ് 10 month സാലറി 18,000 ടോട്ടൽ സാലറി. സോ ആവറേജ് എത്ര വരും? ആവറേജ് ഈക്വൽ ടു 48 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 10. 48,000 പ്ലസ് 18,000 എത്ര വരും? 66,000 ഡിവൈഡഡ് ബൈ 10. 66,000 divided by 10. 30. Average salary 6,600. 6,600. No, but 10 into average salary. 10 into 6,600. So, 66,000. Then leave credit. So we can leave credit. Leave credit. ലീവ് ക്രെഡിറ്റ് കമ്പ്യൂട്ട് നോക്കാം. 20 എത്രയുണ്ട്? 20 വർഷവും 10 മാസം. ആ ഫ്രാക്ഷൻ എടുക്കില്ല. 20 വർഷം 30 ദിവസം വെച്ച് ലീവ്. എനിക്ക് എത്ര എലിജിബിൾ ആയിരുന്നു? ലീവ് എടുത്ത് എനിക്ക് എലിജിബിൾ ലീവ് എത്രയാണ്? 20 into 30 ദിവസം വെച്ചിട്ട് എനിക്ക് 600 ഡേയ്സ് എലിജിബിൾ ആയിരുന്നു. ആക്ച്വൽ ലീവ് ടേക്കൺ എത്രയാണ്? 480 ഡേയ്സ് ലീവ് എടുക്കുന്നു. സോ ദാറ്റ് മീൻസ് എനിക്ക് ക്രെഡിറ്റ് എത്ര ഉണ്ട്? 120 ഡേയ്സ് ആണ് എനിക്ക് ലീവ് ഉള്ളത്. ലീവ് ക്രെഡിറ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇത് ഡിവൈഡ് ബൈ 30 മന്ത് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഒരു മാസം 30 ദിവസമായിട്ടാണ് വരുന്നത്. ഡിവൈഡ് ബൈ, അതായത് 4 ആണ് ലീവ് ക്രെഡിറ്റ് വരുന്നത്. സോ ദാറ്റ് മീൻസ് 4 into ആവറേജ് 10 months വരുന്നത് 6,600. 4 into 6,600 വരും. 4 into 6,600 26,400. 26,400. സോ ലീസ്റ്റ് എത്രയാണ്? 26,400 ആണ്. 26,400 ആണ് ലീസ്റ്റ് വരുന്നത്. സോ 5 lakhൽ നിന്ന് 26,400 കുറച്ചും എത്ര വരും? 4,73,600. 4,73,600. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. ആവറേജ് സാലറിയിൽ ബേസിക്കലി ഒരു ഇൻക്രിമെന്റ് വന്നിരിക്കുന്നു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ദെൻ ലീവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എലിജിബിൾ ലീവ് മൈനസ് ആക്ച്വൽ ടേക്കൺ ആ കിട്ടുന്ന ഡിവൈഡഡ് ബൈ 30 ആണ് ഈ പറയുന്ന സെക്ഷനിൽ പറയുന്ന ലീവ് ക്രെഡിറ്റ്. സോ 120 കിട്ടി.
മിച്ചമുള്ള ലീവ് അതിനെ 30 കൊണ്ട് ഡിവൈഡ്. ദാറ്റ് മീൻസ് മന്ത്ലി കൺവേർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. 4 into 6,600. So 4,73,600. Okay. So very important. Leave salary. Then next one. 10 subsection 10b. Retrenchment compensation. Okay. Retrenchment compensation. List of the following. List of the following. So 5 lakh actual compensation. 15 by 26 into average salary of 3 months into number of completed years of service, part in excess of 6 months. If retrenchment scheme is approved by central government, okay, so multiple choice at you can, then entire amount is exempt. Okay, so we have 5 lakh actual 15 by 26 into average salary of 3 months into completed years of service, part in excess of 6 months. Okay. The entire retrenchment scheme is approved by central government, then entire amount is exempt. So the problem, Mr. A received retrenchment compensation of 1 lakh. So actual compensation prime 10 lakh. After 30 years and 3 months, that means part in excess of 6 months. At the time of retirement, he was drawing a basic salary of 2,000 per month and DMS allowance 20,000 and 5. So less exemption under section 10 subsection 10b. Okay, list of the following. So statutory limit at 5 lakhs. Statutory limit 5 lakhs. Then actual at 10 lakh. Then 15 by 26. Then third scenario 15 by 26 into average salary of 3 months. Okay. So 25,000 20,000 plus 5,000 into 3 divided by 3 varum 25,000 into completed years of service. 25,000 divided by 26 into 30, 4,32,692. 4,32,692. So at least 4,32,692. So 10 lakh in 4,32,30 10 lakh minus 4,32,692 is equal to 5,67,308 be the taxable retrenchment compensation. So 10 subsection can be a important. So basic plus the in terms of employee plus commission as a percentage of turnover achieved. Okay. Then next one, so very important, VRS, voluntary retirement scheme. So 10 subsection 10c exemption kitana list of the following list of the following is allowed as exemption under section 10 subsection 10c. So 5 lakh actual 3 into salary into completed years of service, then last drawn salary into remaining months of service left. But salary means basic plus DA in terms of employment plus commission as a percent of turnover achieved. Okay. And the multiple choice notes shall be allowed in once in lifetime of assessee. That means employee VRS exemption where the relief has been allowed to any assessee under section 89. Okay. So that means the arrears in the case of 89 opinion discuss in respect of voluntary retirement there is then no exemption under. So 89 relief VRS gets 89 relief on 10 subsection 10c exemption claim cheyan pattilla. So VRS in the guidelines multiple choice so problem solving with importance illa idu already follow cheyyunu ennu varthullu. So for problem cheyan statutory limit actual
ഇവിടെ 4 കാര്യങ്ങൾ 3 into last on salary into completed years of service, completed fully years of service, then last on salary into remaining months of service. Okay, remaining months of service left. Then employee must have been complete ഒന്നെങ്കിൽ 10 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 40 വയസ്സ് അറ്റൈൻ ചെയ്തിരിക്കണം. ഓക്കെ, പബ്ലിക് സെക്ടർ കമ്പനിയിലാണെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ഗൈഡ് ലൈൻ വരത്തില്ല. 10 ഇയേഴ്സ് സർവീസ് അല്ലെങ്കിൽ 40 ഇയേഴ്സ് ഒക്കെ വരത്തില്ല. എംപ്ലോയി മസ്റ്റ് നോട്ട് ബി എ ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ ആകരുത്. ദെൻ തേർഡ് സെനാരിയോ എന്താണ്? സ്കീം റിസൾട്ട് ഇൻ ഓവറോൾ റിഡക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത്തിലെ റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേക്കൻസി കോസ്റ്റ് ബൈ VRS നോട്ട് ഫിൽഡ് അപ്പ്. The retiring employee shall not be employed in any other company or company belongs to same management. Okay. So VRS ന്റെ ഉദ്ദേശം എന്താണ്? വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുക. സോ അവിടെ എന്താണ്? അതേ മാനേജ്മെന്റ് വേറെ കമ്പനി ജോയിൻ ചെയ്തത്. സോ VRS വർക്ക് ഫോഴ്സ് റെഡ്യൂസ്. VRS എടുത്തു പോയ എംപ്ലോയി വേക്കൻസിയിൽ എന്തായിരിക്കണം? വേറെ ആളെ ഫിൽ ചെയ്യാൻ പാടില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? VRS എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കമ്പനിയുടെ വർക്ക് ഫോഴ്സ് കുറച്ചിട്ട് ആ ഒരു എന്താണ് സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കുന്ന കുറച്ച് ഇൻക്രിമെന്റ് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി VRS നമ്മൾ തന്നെ ഈ പറയുന്ന കണ്ടീഷൻ. ഒന്നേ 10 വർഷം അവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ 40 ഇയേഴ്സ് കഴിഞ്ഞ് എംപ്ലോയി ആയിരിക്കണം. ഡയറക്ടർ ആകാൻ പാടില്ല. കമ്പനിയുടെ എംപ്ലോയി സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ പാടില്ല. സെയിം മാനേജ്മെന്റ് ഉണ്ടല്ലോ വേറെ എവിടെ ഈ പറഞ്ഞ VRS കോമ്പൻസേഷൻ എടുക്കുന്നവർ കയറാൻ പാടില്ല. Mr. X received voluntary retire compensation of 7 lakhs after 30 years and 4 months of service. He still has 6 years of service left. At the time of voluntary retirement, he was drawing basic salary 20,000 per month, dearness allowance which form part of pay 5,000 per month. Compute taxable. Okay. So നോക്കാം. VRS compensation എത്രയായിരുന്നു? VRS compensation actually received is 7 lakhs. After completing less exemption under section 10 subsection 10C, list of the following. Statutory limit എത്രയാണ്? 5 lakhs. Actual 7 lakhs. Then രണ്ട് കാര്യങ്ങളാണ് ഒന്ന് 10 into last one 3 months salary, completed years of service. 30 into average salary. 3 months salary. Okay. 3 into salary per month. Average 3 into salary per month into, that means last drawn salary into 3 into completed years of service. So the average alla. Then 30 into complete 30 into salary എത്രയായിരുന്നു കിട്ടിയിരിക്കുന്നത്? 20,000 plus 5,000, 25,000. Then എന്തായിരുന്നു ലാസ്റ്റ് ഓൺ സാലറി? 25,000 into remaining months of service. Remaining months of service. That means എത്രയാണ്? 6 വർഷം ഉണ്ടെന്ന് അവരുടെ മിനിമം സർവീസ്. സോ 6 വർഷത്തെ എത്രയാണ്? 6 into 12, 72 മാസം. സോ എത്രയൊക്കെ വരുന്നുണ്ടോ ഫിഗർ? 3 into 30 into 3, 25,000 into 9, 2,25,000, 25,000 into 90, 22,50,000, 22,50,000, then 6 into 12 into 25,000. So remember 18 lakhs. So least എത്രയാണ്? 5 lakhs എന്നാണ് ലീസ്റ്റ് വരുന്നത്. ലീസ്റ്റ് വരുന്നത് 5 lakh ആണ്. Therefore taxable gratuity, VRS compensation will be 2 lakhs. Taxable VRS. Okay. So എക്സാമിന് ചോദിക്കാറുള്ളതാണ് VRS. ദാറ്റ് മീൻസ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിന് ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് VRSന് കൂടുതലായിട്ട് കയറി വരാം. ശ്രദ്ധിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ ഗ്രാറ്റുവിറ്റിയും പെൻഷനും ദെൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന പെർക്യൂസിറ്റ്സ് ഒക്കെ ഒത്തിരി ചോദിച്ചു വരുന്ന. നെക്സ്റ്റ് വൺ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 2 സെനാരിയോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെനാരിയോയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്.
ഇത്തിരി ഏരിയയിൽ ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസസ് കയറി വരുന്നതാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, SPF, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഇതിനകത്തോട്ട് ഒന്ന് ശ്രദ്ധിക്കാം, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയി കോൺട്രിബ്യൂട്ട് നടത്തണം, അത്രയും തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് വരും, ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ദെൻ റിട്ടയർമെന്റിൽ ലംസം എമൗണ്ട് കിട്ടും. ഓക്കെ, സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ പോലത്തെ ഇൻട്രസ്റ്റ്. ദെൻ റിട്ടയർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ലംസം. സോ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മീൻസ് എന്താണ്? എംപ്ലോയിയുടെ സാലറിന്ന് ഡിഡക്ഷൻ വരുന്നത്. അതിന് അഡീഷണൽ എന്ത് ബെനിഫിറ്റ് കിട്ടും? 80C ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ ചാപ്റ്റർ 6A 80C ഡിഡക്ഷൻ ആയിട്ട് കിട്ടും നമുക്ക് എന്ത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. എന്തായത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് നോട്ട് ടാക്സബിൾ. ഇൻട്രസ്റ്റ് അതായത് വർഷം ക്രെഡിറ്റ് ആകുന്നത് നോട്ട് ടാക്സബിൾ. ഈ ലംസം എമൗണ്ട് കിട്ടുന്നതും എന്താണ്? 10 സബ്സെക്ഷൻ 11 പ്രകാരം fully exempted. So സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത എംപ്ലോയിക്ക് എന്ത് ഗുണം ഉണ്ടാവും? 80C ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ബിക്കോസ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, ബിക്കോസ് ഓൾറെഡി എന്താണ് സാലറി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ അവിടെ എഫക്ട് വരില്ല. എന്ത് കിട്ടും? അഡീഷണൽ ആയിട്ട് 80C ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണെങ്കിൽ നോട്ട് ടാക്സബിൾ. സോ ദാറ്റ് മീൻസ് റൈറ്റ് നൗ കയ്യിൽ കിട്ടുന്നില്ല. എന്താണ്? പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്, ടാക്സിബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. സോ ഇവിടെ രണ്ടുപേരുടെയും പുറത്ത് എന്ത് കിട്ടും? ഓരോ വർഷവും ഇൻട്രസ്റ്റ് കിട്ടും, അത് ക്രെഡിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്, അത് ടാക്സ് ചെയ്യത്തില്ല. ലംസം എമൗണ്ട് കിട്ടുമ്പോൾ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 11 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ പലയിടത്ത് വേറെ കയറി വരുമ്പോഴത്തേക്ക് നോക്കിയിട്ട് 80C ഇതൊക്കെ വരുന്നത്. 80C നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കയറി വരുന്നതാണ്, ഓർത്ത് വെച്ചോണം. ദെൻ സെക്കൻഡ് സെനാരിയോ recognized provision, very important. Okay, RPF-ലേക്കാണ് recognized provident fund. recognized provident ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ എന്തൊക്കെ വരാം? എംപ്ലോയിയുടെ വരാം, എംപ്ലോയി കോൺട്രിബ്യൂഷൻ വരാം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരാം. ഇതിൽ നിന്ന് എന്ത് കിട്ടാം? ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ലംസം എമൗണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ ലംസം എമൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? 80C ഡിഡക്ഷൻ ആയിട്ട് എലിജിബിൾ ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ് ടു 12% ഓഫ് സാലറി. എംപ്ലോയിയുടെ സാലറിയുടെ 12% വരെ എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലോട്ടാണെങ്കിൽ എക്സംപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി. അതിന് മുകളിലോട്ടാണെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി 17 സബ്സെക്ഷൻ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% ഓഫ് കോൺട്രിബ്യൂഷൻ ടു RPF. Okay, so that means ഇവിടെ സാലറി മീൻസ് എന്താണ്? സാലറി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് 12% ഓഫ് സാലറി. സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment plus commission as a percentage of turnover achieved. Okay, then interest credit ആകുന്നതും ഇതും 17 സബ്സെക്ഷൻ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് എങ്കിൽ ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 9.5% കൂടുതൽ പെർ ആനം ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ എന്താണ്? ആ എക്സസ് കിട്ടുന്ന എന്തിലാണ് ടാക്സ് ചെയ്യും? സാലറിയിൽ ടാക്സ് ചെയ്യും. ലംസം എമൗണ്ട് കിട്ടുന്നതോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 12 പ്രകാരം ഫുള്ളി എക്സംപ്റ്റ് ആണ്. ബട്ട് ഇങ്ങനെ ഒരു എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫുള്ളി എക്സംപ്ഷൻ കിട്ടാനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് കണ്ടീഷൻസ് ഫോർ എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ. എംപ്ലോയി ഹാസ് റെൻഡർ സർവീസ് 5 years or more. ഇപ്പം 5 വർഷമോ അതിൽ കൂടുതലോ എന്തായിരിക്കണം? എംപ്ലോയി സർവീസ് റെൻഡർ ചെയ്യണം. ഇഫ് ലെസ് ദാൻ 5 years എക്സംപ്ഷൻ allowed in respect of employee contribution and interest shall be withdrawn. അതിൽ കുറവാണെങ്കിൽ വിഡ്രോ ചെയ്യും. However, in the following case, ഈ 5 വർഷം എന്നുള്ളത് വേണ്ടാത്ത എംപ്ലോയി റിട്ടയർഡ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. എംപ്ലോയി ആക്ച്വലി എംപ്ലോയിക്ക് ഇനി എന്താണ്? ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൽ ഹെൽത്ത്, അതായത് എംപ്ലോയിയുടെ കയ്യിലുള്ള റീസൺ അല്ല, അല്ല ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോകല്ല, എനിക്കൊട്ടും ഇൻകപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ എന്താണ്? ഇൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ ആ കേസ്. ദെൻ നെക്സ്റ്റ് എംപ്ലോയർ റിട്ടയർഡ് ഡ്യൂ ടു ഷട്ട് ഡൗൺ ഓഫ് എംപ്ലോയർ ബിസിനസ്. എംപ്ലോയറുടെ ബിസിനസ് 5 വർഷത്തിന് മുമ്പ് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ എനിക്കത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് എംപ്ലോയിയുടെ കയ്യിൽ റീസൺ, എംപ്ലോയിയുടെ കയ്യിലുള്ള റീസൺ അല്ല, അല്ലെങ്കിൽ എംപ്ലോയിയുടെ പാർട്ടിൽ നിന്ന് റീസൺ അല്ല. എംപ്ലോയർ എന്ത് ചെയ്തു? ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്താൽ 5 വർഷത്തിൽ താഴെയാണെങ്കിലും 10 സബ്സെക്ഷൻ 12 ഫുള്ളി എക്സംപ്ഷൻ കിട്ടും. എംപ്ലോയി ഹാസ് റിട്ടയർഡ് വിത്ത്
instruction that his balance of RPF is transferred to the new employer. New employer transfer ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അവിടെ കൂടെ കഴിയുമ്പോഴത്തേക്കും 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 10 സബ്സിഷൻ 12 എക്സംഷൻ കിട്ടും. ഓക്കെ, സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 80C കിട്ടും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 12% ഓഫ് സാലറി കഴിഞ്ഞാൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻട്രസ്റ്റ് 9.5% കഴിഞ്ഞാൽ 17.1 10 സബ്സിഷൻ 12 ഫുള്ളി എക്സംഷൻ ആണ്. 5 വർഷം അതിൽ കൂടുതൽ വേണം എന്നുള്ളതാണ് നോർമൽ കണ്ടീഷൻ. എംപ്ലോയിയുടെ ഹെൽത്തോ അല്ലെങ്കിൽ എംപ്ലോയർ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ പുതിയ എംപ്ലോയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രൊവിഡന്റ് ഫണ്ടിലാണ്. ഇവിടെ എന്തുണ്ടാവും, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാകും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. ഇതിൽ നിന്നൊക്കെ തന്നെ വീണ്ടും കിട്ടും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും, ലംസം, ഈ ലംസം എമൗണ്ടിനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇഗ്നോർ ചെയ്യണം. അതായത് 80C ഡിഡക്ഷൻ ഇവിടെ കിട്ടില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്, ഇഗ്നോർഡ് ആണ് അല്ലെങ്കിൽ എക്സംപ്റ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് തോന്നും RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% മുകളിലാണെങ്കിൽ ടാക്സ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് കിട്ടുന്നത് 9.5% മുകളിലാണ് ടാക്സ് ചെയ്യുന്നത്. ബട്ട് അവിടെ എന്താണ് 10 സബ്സിഷൻ 12 ലംസം എമൗണ്ട് എന്താണ്, എക്സംപ്റ്റ് ആണ്. ഇവിടെ കണ്ടു, ലംസം എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും ഇതുവരെ കിട്ടിയ ബെനിഫിറ്റ് എല്ലാം എന്താണ് ഒറ്റയടിക്കുക. ദാറ്റ് മീൻസ് ഒരു ഹ്യൂജ് ഫിഗറിനായിരിക്കും വരുന്നത്. ഓരോ വർഷവും കിട്ടേണ്ടതെല്ലാം കൂടി ഒറ്റയടിക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലേ, നേരത്തെ എന്താണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതെന്താണ് എംപ്ലോയി ഓൾറെഡി ഞാൻ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, എന്നെ പിടിച്ച് വീണ്ടും ടാക്സ് അടിക്കുന്നുണ്ടത്, അത് ഇഗ്നോർ, ടാക്സ് ചെയ്യില്ല. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലെ കുറെ വർഷമായിട്ട് കൊടുക്കില്ല, അതിന് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, അതെവിടെ ചാർജ് ചെയ്യും, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. ദെൻ പിന്നെ എന്താണ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ്. ഇത് രണ്ടും എവിടെ ടാക്സ് ചെയ്യും, ഈ എംപ്ലോയർ കൊടുക്കാൻ കാര്യം എന്താണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ലേ കൊടുത്തത്, അതുകൊണ്ട് എവിടെ കൊണ്ട് പിടിച്ച് ടാക്സ് ചെയ്യും, സാലറി. ഇതാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് കയറി ചോദിക്കാവുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സ് ചെയ്യുന്ന കേസ്. സാലറിയിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രം എന്താണ്, IFOS ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ്, റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സെനാരിയോ. ദെൻ നെക്സ്റ്റ് വൺ, സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്കാണെങ്കിൽ സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വിത്തൗട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് അപ് ടു ഒരു അമെൻഡഡ് ആണ്. 1,50,000 ഒരു എക്സം ഉണ്ട്, അതിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, സാലറി ആയിട്ട് കണക്കാക്കും. ഇൻട്രസ്റ്റ് കൃത്യം എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. ലംസം എമൗണ്ട് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13. അൺഅപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ, ഇത് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്, അൺഅപ്രൂവ്ഡ് ആണെങ്കിൽ URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനോട് ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കുഴപ്പമില്ല, 80C കിട്ടില്ല എന്നുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് കുഴപ്പമില്ല. ബട്ട് ലംസം കിട്ടുമ്പോൾ എന്താണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് IFOSലും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആളുടെ ഇൻട്രസ്റ്റും എവിടെ ടാക്സ് ചെയ്യും, സാലറിയിലും ടാക്സ് ചെയ്യും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, URPF. Then next one, problem solve ചെയ്യണ്ടേ. സോ ഒരു തിയറി ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻ ആണ് നോക്കാം. Mr. retired from service on 31st December 2019 after 25 years of service. Following particulars administered in the previous year. Basic 16,000 per month for 9 months. January, February, March. Lucky remaining on 9 months. December 31st December, that means 9 months. Yearly allowance 50% from part of retirement benefit, 8,000 per month for 9 months. Then lump sum payment received from the unrecognized provident fund, URPF on unrecognized provident fund. Deposit in PPF account, deposit in PPF public provident fund account le deposit. 80C le election kitna vendi cheyana nammal 80C le full discuss ചെയ്യും. Out of the amount received from the unrecognized provident fund, നമുക്ക് അറിയേണ്ടത് URPF ൽ നിന്ന് നോക്കിനകത്ത് ക്വസ്റ്റ്യൻ എന്താണ്, taxable portion of unrecognized provident fund, employers contribution,
URPF നമുക്ക് ലംസം എത്ര കിട്ടിയായിരുന്നു 6 lakhs അല്ലേ 6 lakhs. Employer's contribution was 2,20,000 and interest thereon. Employer contribution and interest. 2,20,000 plus 50,000. Employee's contribution, employee 2,70,000 interest on employee contribution 60,000. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എവിടെയാണ് വരുന്നത് സാലറിയിലെ ടാക്സ് ചെയ്യും ഈ ഇൻട്രസ്റ്റ് മാത്രം എവിടെയാണ് IFOS. സോ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി സാലറീസ് എത്ര വരും ഈ പറയുന്ന 2,20,000 പ്ലസ് 50 2,70,000 ദെൻ IFOS ഇൻകം ഫ്രം അതർ സോഴ്സ് ഈ പറയുന്ന റിമൈനിങ് 60,000. സോ unrecognized will you വരുന്നുണ്ട് 3,30,000 കാണിക്കുന്നുണ്ട് സാലറിയുടെ ആ ഒരു ഡിഡക്ഷൻ്റെ സെനാരിലോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഇത് കാണിച്ചിരിക്കുകയാണ് 2,70,000 2,70,000 ദെൻ ടാക്സ് ഇത് വരുന്ന സാലറിയിലെ 2,70,000 IFOSൽ 60,000. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് വിൽ യുവർ ആൻസർ be any different if the fund mentioned above was recognized product? Recognized product fund ആണെങ്കിൽ എന്തായിരിക്കും? So recognized product fund ആണെങ്കിൽ lump sum amount 10 subsection 12 ൽ fully exemption കിട്ടും. exempted എപ്പോഴാണ് exemption കിട്ടുന്നത്? fully exempted if 5 years or more. ഇയാളെത്രയാണ് 25 years വന്നിട്ടുണ്ട് then എന്തായിരിക്കും entire 6 lakh. 6 lakh entire 6 lakh will be exempted. 5 years കൂടുതലാണെന്നുണ്ടെങ്കിൽ recognized product fund ആണെന്നുണ്ടെങ്കിൽ എന്താണ് fully exempted. So very important question. ഒരു തിയറി ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം 4. ഓക്കെ സോ URPF നമ്മളിവിടെ എല്ലാം പറഞ്ഞു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് ഇൻട്രസ്റ്റ് സാലറിയിൽ വരും എംപ്ലോയിയുടെ സാലറി ആയിട്ട് വരും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എടുക്കില്ല ഇൻട്രസ്റ്റ് മാത്രമേ ഇവിടെ വരും ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ അൺറെക്കഗ്നൈസ്ഡിന് പകരം റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ 5 ഇയേഴ്സിന് മുകളിൽ 5 ഇയേഴ്സ് ഓർ മോർ ആണ് സർവീസ് എങ്കിൽ എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ സോ വെരി ഇമ്പോർട്ടൻറ്റ് 10 subsection 13A house rent allowance HRA. Sorry, very important section 10 subsection 13A. Least of the following is allowed as exempted actual. That means HRA received salary നമ്മുടെ സാലറി കാർഡ് നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാം അത് കാണും rent paid minus 10% of salary. The salary means basic plus DA in terms of employee plus commission as a percent of turnover achieved. Then 40% of salary. നേരെ മറിച്ച് നമ്മളെ സാലറി കിട്ടുന്നത് മെട്രോസിലാണെന്നുണ്ടെങ്കിൽ 50% of salary in case of metros. Mumbai, Calcutta, Delhi and Chennai. മെട്രോസിലാണെന്നുണ്ടെങ്കിൽ 50%. Okay. Then 10 subsection 14 other allowances. മൂന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് മാക്സിമം 100 per month per child, maximum 2 children. Children hostel allowance maximum 300 per month per child, maximum 2 children. Transport allowance 3,200. So ഇത് ലാസ്റ്റ് ഇയറിൽ ഒരു അമെൻഡഡ് ആണ്. ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയിക്ക് അയാളുടെ ഹൗസിൽ നിന്ന് അയാളുടെ ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് ഹൗസിലേക്ക് വരുന്ന അതിനെയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അയാളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള അലവൻസ് അല്ല. പിന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 per month, ട്രൈബൽ അലവൻസ് 200 per month, അലവൻസ് ടു ദ എംപ്ലോയി ഓഫ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് amount of received into 70% or rupees 10,000 per month, whichever is less. Traveling or tour allowance, conveyance allowance, uniform allowance, daily allowance, helper allowance, academic allowance or research allowance എല്ലാം എന്താണ് മാക്സിമം അപ് ടു ആക്ച്വലി സ്പെൻഡ്. സോ ഇതൊക്കെ നമുക്ക് സംടൈംസ് കയറി വരുന്നതാണ് ക്വസ്റ്റ്യനിൽ. ആക്ച്വൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അത് വരും. നമ്മൾ എപ്പോഴും കാണുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. സംടൈംസ് ട്രൈബൽ അലവൻസ് ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 10 subsection 14 ആയിട്ട് ഇത്രയും അലവൻസസ് ആണ് എക്സംപ്റ്റഡ്.
ബാക്കിയുള്ള അലവൻസസ് എല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. Then next question. നല്ല ക്വസ്റ്റ്യൻ ആണ്. Mr. A is working XYZ Limited, that means government അല്ല. Previous year and required to compute gross salary, that means chapter section 16 ഒഴിച്ച് ബാക്കിയുള്ളതാണ് വേണ്ടത്. ഗ്രോസ് സാലറി കണ്ടുപിടിക്കണം. ഗ്രോസ് സാലറി കണ്ടുപിടിക്കണം. സോ ബേസിക് സാലറി ഉണ്ട്, DA 50% റിട്ടയർമെന്റ് ബെനിഫിറ്റ്, കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ, കമ്മീഷൻ ടേൺ ഓവർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, ബോണസ്, ഗ്രാറ്റുവിറ്റി, his own contribution to RPF, employer's contribution to RPF 20% of basic salary, interest credit to RPF 13%, that means 13,000 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. 17(1) പ്രകാരം എന്തൊക്കെയാണ് ടാക്സബിൾ സാലറി ആകുന്നത്? ബേസിക് എത്രയായിരുന്നു? ബേസിക് 10,000 into 12 months അല്ലേ? 10,000 പെർ മന്ത് അല്ലേ? ദാറ്റ് മീൻസ് 12 മാസം കൊണ്ട് ഇടയ്ക്ക് റിട്ടയർ ആയിട്ടില്ല. സോ എമൗണ്ട് എത്ര വരും? 1,20,000. Then DNS allowance. DNS allowance ഫുൾ എന്താണ്? ടാക്സബിൾ ആണ്. ദെൻ ഗ്രാറ്റുവിറ്റി, അങ്ങനെ ഓരോ കമ്പ്യൂട്ടേഷനും എന്ത് വരുന്നത് അതിനകത്ത് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആണ് വരുന്നത്. 8,000 into 12 വരും 96,000. DA 96,000. Then commission എന്താണ്? ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. ടേൺ ഓവർ വന്നിരിക്കുന്നത് 50 lakhs അല്ലെ? 50 lakhs into 1% വരും 5,000. എത്രയായിരുന്നു? 0.1%. 0.1%. 5,000. Then bonus ടാക്സബിൾ ആണ്. 17 subsection 1 ബോണസ് വരുന്നതാണ്. എത്രയാണ് ബോണസ്? 40,000. ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ഇൻ 17 subsection 1, therefore taxable. Then gratuity. സോ എന്താണ് ഗ്രാറ്റുവിറ്റി? സോ ഗ്രാറ്റുവിറ്റി നമ്മൾ എന്താണ്? നമ്മുടെ 10 subsection 10 പ്രകാരം കണ്ടുപിടിക്കണം. ഗ്രാറ്റുവിറ്റി എത്ര കിട്ടിയിട്ടുണ്ട്? 25,000. ഇവിടെ ഗ്രാറ്റുവിറ്റി 25,000 നമുക്ക് നോക്കാം. 25,000 ഇവിടെ ഗ്രാറ്റുവിറ്റി എപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്? സോ 10 subsection 10 ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് വൈൽ ഇൻ സർവീസ് ഈസ് ടാക്സബിൾ ഫോർ ഗവൺമെന്റ് ആസ് വെൽ ആസ് നോൺ. ഇതെന്താണ്? ഗ്രാറ്റുവിറ്റി സർവീസിനാണ് പറഞ്ഞിരിക്കുന്നത്, റിട്ടേണിനെ കുറിച്ച് പറഞ്ഞില്ല. ദാറ്റ് മീൻസ് എൻ്റയർ ഗ്രാറ്റുവിറ്റി ഈസ് ടാക്സബിൾ. ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? ATC ഡിഡക്ഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ വരത്തില്ല. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയേഴ്സ് contribution to RPF എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 20% ഓഫ് ബേസിക് പേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അങ്ങോട്ട് എത്രയാണ്? ബേസിക് പേ എത്രയായിരുന്നു? ബേസിക് 1,20,000 into 20%. എത്ര വരുന്നുണ്ട്? 24,000. ബട്ട് നമുക്ക് എത്ര വരെയാണ് എക്സംപ്റ്റഡ്? ലെസ് എക്സംഷൻ, ദാറ്റ് മീൻസ് എത്ര വരെയാണ്? 12% into basic plus DA in terms of employment plus commission as a percentage of turnover achieved. 12% of basic plus commission. Basic എത്രയായിരുന്നു? 1,20,000 14,000 ഇതുകൊണ്ട് 12% into basic എത്രയായിരുന്നു? 1,20,000. Then 8,000 എത്ര വരുന്നുള്ളൂ? പകുതിയെ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി, ദാറ്റ് മീൻസ് 96ന്റെ പകുതി 48,000 വരും 1,68,000. അതിന്റെ 12%. 1,68,000 into 12%. 68,000 പ്ലസ് ടേൺ ഓവർ ആണ് 5,000 പ്ലസ് ടേൺ ഓവർ എന്താണ്? ഇത് ബേസിക്, ഇത് DA in terms of employment. Then അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ്. എത്രയാണത്? 5,000. സോ എത്ര ടോട്ടൽ? 1,68,000 പ്ലസ്
5,000, 1,73,000 into 12 percentage. 2070, 1,73,000. 12% എന്നത് വരും 20760. Okay. So 24,000 3,240. 3,240. Then ഇനി എന്താണുള്ളത്? employers interest to RPF, interest credited to RPF. എന്താണ്? എത്ര ഉണ്ടായിരുന്നു? 13,000 ഉണ്ടായിരുന്നു. എത്ര വരെയാണ് എക്സംഷൻ കിട്ടുന്നത്? 9.5. 9.5%. നമ്മൾ എത്രയാണ്? 13%. 13,000. That means 13,000 divided by 13 into 9.5 എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 9.5% കിട്ടും. Okay. So that means എത്ര കിട്ടും? 9,500. കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 3,500 ടോട്ടൽ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,92,740. 2,92,740 ആൻസർ. 1,20,000 plus 96 plus 5 plus 40 plus 25 plus 3,240 plus 3,500. Okay. It's very important. Okay. Then HR and reading question. Basic salary. HR and reading question. Mr. has the following receipt from his employer: basic pay 3,000 per month, dearness allowance 600 per month, commission 600 per month, motor car for personal expenditure met by employer, house rent allowance, okay, motor car, personal use expenses met by employer, then house rent allowance. Find out the amount of HRA eligible for exemption. So HRA എത്രയാണ് കിട്ടിയിരുന്നത്? HRA house rent allowance 900 per month. So actual HRA എത്രയായിരുന്നു? Actual HRA 900 into 12. 900 into 12. 900 into 12. Right? 10,800. Okay. Less exemption under section 1013A. 10 subsection less exemption under section 13A. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആക്ച്വൽ എത്ര ഉണ്ട്? 10,800. ദെൻ ഇതെവിടെയായിരുന്നു? 40% ഓഫ് സാലറി ആണോ? പ്രത്യേകിച്ച് മെട്രോ ആണെന്ന് പറഞ്ഞില്ല. 40% ഓഫ് സാലറി. തേർഡ് വൺ എന്താണ്? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment plus commission as a percentage of turnover achieved. Okay. നോക്കൂടെ DA ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അസംഷൻ എടുക്കാം. DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അല്ലെങ്കിൽ DA നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. ഏത് രീതിയിൽ വേണമെങ്കിലും അസംഷൻ എടുക്കാം. നോക്കുമ്പോഴത്തേക്കും HRAയിൽ വരുന്നത് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് വരുന്നത്. നമ്മളിവിടെ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എടുക്കാം. ഒറ്റടിക്ക് കിട്ടുവാണെങ്കിൽ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട. ഇത് assumption എഴുതിയാൽ മതി. forming part of salary for retirement benefit. Okay. So ഇവിടെ സാലറി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സാലറി കമ്പ്യൂട്ടേഷൻ പർപ്പസിന് 10 subsection 13A പർപ്പസിന് സാലറി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ബേസിക് എത്രയുണ്ട്? 3,000. then dearness allowance 600. ബേസിക് എത്രയായിരുന്നു? 3,000 പ്ലസ് 600 ഇൻറ്റു 12. ഇതിൻ്റെ 40% ഒരു സെനാരിയോ. റെന്റ് പെയ്ഡ് എത്രയായിരുന്നു? റെന്റ് പേ ചെയ്തിരിക്കുന്ന എത്രയായിരുന്നു? 1,000 per month. That means 12,000 ആണ്. rent paid 1,000
into 12, 12,000. Here substitute 40% of salary. Salary rate in 3,600 into 3,600 into 12 into 40%. 17. 40% of salary 3,000 implies 3,600 into 12. So 17,280. Okay. Then rent paid 12,000 minus 10% into 3,600 into 12. 43,200. So that means 12,000 minus 4,320. 12,000 minus 4,320 at 7680. 7680. So least at 76 actual 10,800. Least at 7680. Then remind another exemption taxable HRA and then just 3120. 3,120. Then next question, taxable allowances. Mr. A has 2 sons. He is in receipt of children education allowance of rupees 150 per month for his elder son, 70 per month for his younger son. Both sons are going to school. He also received the following allowances: transport allowance, tribal area allowance. Okay. So education allowance, children education allowance rupees 100 per month per child, maximum 2 children. Okay. So child 1 in child 1 in per month, that means 150 into 12. Third exemption is exemption under section 10 subsection 14, maximum up to 100. That means 100 into 12. 150 into 12, 1,800, 1,200. Question number 2, 600. Then second scenario, child 2 per child child 2 70 into 12 okay. So that means we have exempted 100 under section 10 subsection 14 up to 100. So that means we have refund taxable. That means up to 70 fully exempted. Then transport allowance handicapped. So transport allowance is fully taxable. Transport allowance 1,800 into 12. 1,800 into 12. 1,800 into 12 21,600. 21,600 will be taxable transport allowance. Then last one, tribal area allowance. An exemption 200 per month or exemption tribal area allowance 500 into 12 actual allowance. Then under section 10 subsection 14 200 into 12. So 500 into 12, 6,000, 2,400, 3,600. So total taxable allowance 600 plus 21,600 plus 3,600. 25,800. 25,800. Then last question. Mr. A received the following emoluments from the previous year ending 31/3/2020: basic pay, DMS allowance, commission, entertainment allowance, personal tax paid.
he has no other income, determine income from salary. That means net salary കണ്ടുപിടിക്കണം. നെറ്റ് സാലറി കണ്ടുപിടിക്കാനായിട്ട്. സോ ഇവിടെ നമ്മൾ ഏതാണ് ഇതിനകത്ത് എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ഉണ്ട്. സോ നമ്മൾ ഏതാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 16 ആണ്. ഒരു സെക്ഷൻ 16 ആണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറി. ഒന്ന് ലിസ്റ്റ് നോക്കാം. particulars, amount rupees. First one is basic rupees 40,000. Then DMS allowance, tax allowance on DMS allowance 15,000. Then commission, then 10,000. Entertainment allowance ആദ്യം എന്ത് ചെയ്യണം? അലവൻസ് ആയിട്ട് കാണിക്കണം. ദെൻ 16 എലിജിബിൾ ആണോ പിന്നീട് നോക്കാം. എന്റർടൈൻമെന്റ് അലവൻസ് 4,000. Then professional tax paying. Entertainment allowance exemption 16 clause 2 deduction കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ്. ഇവിടെ നമുക്ക് എന്താണ് ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് പറയുന്നില്ല. ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് ഡിറ്റർമൈൻ സാലറി ഈസ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി. ദാറ്റ് മീൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. സോ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ് ചെയ്തു. ദെൻ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് റുപ്പീസ് 2,000 പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പെർക്യൂസിറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. പ്രൊഫഷണൽ ടാക്സ് പ്രൊഫഷണൽ ടാക്സ് ബൈ എംപ്ലോയർ എന്ത് ചെയ്യണം? ആദ്യം ആഡ് ചെയ്യണം. അതിനകത്ത് 2,000 മാത്രമാണ് എന്ത് ചെയ്തത്? എംപ്ലോയർ പേ ചെയ്തത്. ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി. എത്രയാണ് ഗ്രോസ് സാലറി? 40, 15, 55, 10, 65. ദെൻ എത്ര വരുന്നു? 40,000 പ്ലസ് 15,000 പ്ലസ് 10,000 പ്ലസ് 4,000 പ്ലസ് 1,000 70,000. ദെൻ ഇനി നമുക്ക് deduction under section 16. Deduction under section 16. Okay. So first one എന്താണ്? Under section 16 clause IA എത്ര വരെ കിട്ടും നമുക്ക്? 50,000 വരെ എലിജിബിൾ ആണ്. Then entertainment allowance. Okay. 1/5 entertainment allowance. So entertainment allowance 4,000. So entertainment allowance മൂന്ന് കാറ്റഗറി ഏതൊക്കെയായിരുന്നു? allowance actually received 1/5 of basic, then 1/5 into basic എത്രയായിരുന്നു? 40,000. എത്രയത്? 8,000. then statutory limit എത്രയായിരുന്നു? 5,000. so ഇതിലേതാണ് ലീസ്റ്റ്? 4,000 ആണ്. സോ നമുക്ക് എന്റർടൈൻമെന്റ് അലവൻസ് എന്ന ലീസ്റ്റ് ഈ എൻറ്റയർ 4,000 നമുക്ക് എന്തായിട്ട് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ ലാസ്റ്റ് വൺ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. പ്രൊഫഷണൽ ടാക്സ് 16 ക്ലോസ് 2 ആയിരുന്നു. അടുത്തത് അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 3 പ്രൊഫഷണൽ ടാക്സ് കഴിഞ്ഞ വർഷം പേ ചെയ്ത് എംപ്ലോയർ പേ ചെയ്ത് ഓൾറെഡി എന്ത് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എംപ്ലോയർ പേ ചെയ്ത് എംപ്ലോയി പേ ചെയ്തും കൂടെ 2,000 ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 56,000. Total 56,000. So 70,000 56,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടും 14,000. will be the net salary. അല്ലെങ്കിൽ ഇവിടെ വേറെ ഇൻകം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ അതർ ഇൻകം, therefore
ടോട്ടൽ ഇൻകം എന്ന് പറയാം. ടോട്ടൽ ഇൻകം വിൽ ബി സാലറി മാത്രമേ ഉള്ളൂ. നെറ്റ് സാലറി എന്ന് പറയുന്നവയുടെ ടോട്ടൽ ഇൻകം വിൽ ബി 14,000. Okay. So very important question. Very important. 16 ആ ഒരു 50,000 അമൻഡഡ് ആണ്. പിന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, 50,000 അമൻഡഡ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. നമ്മുടെ സെക്ഷൻ 15, സെക്ഷൻ 16, ദെൻ സെക്ഷൻ 17 സബ്സെക്ഷൻ 1, 17 സബ്സെക്ഷൻ 3, then 10 subsection 10, 10 subsection 10A, 10 subsection 10AA, 10 subsection 10B, 10 subsection 10C, then 10 subsection 13A നോക്കി, 10 subsection 14 നോക്കി, 10 subsection 11, 12, 13. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഈ പ്രോബ്ലംസ് നോക്കാം. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ 17 ടു അതുകൂടെയുള്ള അതിൻ്റെ കൂടെയുള്ള പ്രോബ്ലംസ്, ദെൻ സോ അത് പഠിച്ച് നമുക്ക് മൊത്തം കൂടെ ചേർത്തിട്ട് കുറേ ഒരു റിവിഷൻ പോലെ 20-25 ക്വസ്റ്റ്യൻസ് നമുക്കൊരു അടുത്തൊരു തേർഡ് സെഷനായിട്ട് വെക്കാം. ദാറ്റ് മീൻസ് ഓരോന്നും, ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടോ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കുന്നത് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ചിലപ്പോൾ സംടൈംസ് നമുക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് സാലറി മാത്രം ചെയ്യില്ല. അപ്പോൾ അതിനകത്ത് ചിലപ്പം ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും, പെൻഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാകും, സംടൈംസ് ഒരു പെർക്യൂസിറ്റിൻ്റെ സെനാരിയോയിലെ കേസസ് കയറി വരാം. അതുകൊണ്ട് ഇത്രയും ഏരിയാസ് വൃത്തിയായിട്ട് നോക്കാം. ദെൻ സെക്കൻഡ് സെഷൻ നമുക്ക് പെർക്യൂസിറ്റ്സ് പ്ലസ് അതർ റിമൈനിങ് സെക്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.